was a technical error. But now everything is fine. Am I audible? Just let me know. Am I audible? Yes? Yes, audible. Yes? Okay, very good. So ഇവിടെ എത്ര പേര് ഒരു ട്രെയിനർ ആവണം അതേപോലെ തന്നെ ഒരു കോച്ചായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? Just comment down. Just I want to know, like, how many of you want to be a trainer, a coach? ഓൾറെഡി ഒരു എന്താ പറയുക, ട്രെയിനർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ കോഴ്സുകൾ, നിങ്ങൾക്ക് ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളുടെ കോഴ്സുകൾ സെല് ചെയ്യണം. നിങ്ങൾ ആഗ്രഹിച്ച ഒരു പ്രൈസിൽ സെല് ചെയ്തിട്ട് മാസം മിനിമം ഒരു എന്താ പറയുക 1 lakhന് മുകളിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ഇഫ് യു ആർ റിയലി സീരിയസ് അബൌട്ട് ഇറ്റ്. ജസ്റ്റ് കമന്റ് ഡൗൺ. ഓക്കെ, എങ്ങനെയാണ് അത് ചെയ്യാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് ലെറ്റ് മീ നോ. നമുക്ക് എന്ത് ചെയ്യാം? ആരംഭിക്കാം. സോ സീരിയസ് ആയിട്ട് ഓൾറെഡി കോച്ചിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ സി എന്നുള്ളത്. ഓൾറെഡി നിങ്ങളൊരു കോച്ചാണ് അല്ലെങ്കിൽ ട്രെയിനർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ സി. നിങ്ങൾ ഓൾറെഡി ട്രെയിനിങ്ങൾ എടുക്കാറുണ്ട്, കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നെക്സ്റ്റ് ലെവലിലേക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ കോഴ്സിനെ അല്ലെങ്കിൽ സെല് ചെയ്യുന്നത് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ജസ്റ്റ് കമന്റ് ഡൗൺ സി. എത്ര പേര് അത് No sound at all. Nothing is happening. Hello, hi everyone. I'm so sorry. Again, some technical issue happened and ഞാൻ ഈ ഒരു മീറ്റിംഗിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. സംതിങ് ഇസ് ഹാപ്പനിങ്. സോ am I audible now? Good? Yes, you are. You are. Thank you. Thank you, Sagi. Thank you so much for responding. And hope everything goes very well. ഇനി ഒരു ടെക്നിക്കൽ എറർ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. Something is happening, messing up with my laptop. Okay, so നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എത്ര പേര് നമ്മളുടെ
ഓൾറെഡി കോച്ചിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അവരെ കമന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഓക്കെ, എത്ര പേരുണ്ടെന്നുള്ളത് എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഇഫ് യു ക്യാൻ പ്ലീസ് ഡോണ്ട് മൈൻഡ്, നിങ്ങൾ ഓൾറെഡി കോച്ചസ് ആയിട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ട്, ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ. ഓക്കെ, സോ ഹൗ മെനി ഓഫ് യു ആർ ദർ ഓൾറെഡി കോച്ചിങ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്യുക, സി എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ സി ഇഫ് യു ആർ പ്രൊവൈഡിങ്. ഓക്കെ, ജസ്റ്റ് കമന്റ് ഓൺ സി so that I can see. Okay, Husna, okay, very good. Husna is giving and Vishnu is already giving. LC Jaws Sagir, very good. Just completed training. Dr. Shiva, okay, very good. Mahmood, okay, very good. Rusna, okay, very good. Rusna Habib. Next, ആരൊക്കെയാ ഉള്ളത്? ഇനിയുണ്ടോ ആൾക്കാർ? ഇനിയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ എത്ര പേരുണ്ടെന്നുള്ളത്. ഇത്രയും ആൾക്കാരാണോ ഉള്ളത് കറന്റ്ലി ട്രെയിനിങ് ആൻഡ് കോച്ചിങ്? ഓക്കെ, കോച്ചിങ്ങിലേക്ക് ആസ്പയറിംഗ് ആയിട്ട് ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ കോച്ചിങ് നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എത്ര പേരുണ്ട്? കോച്ചിങ്ങിലേക്ക് തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏത് മേഖലയിലാണ് വർക്ക്? ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ഇതില്ല ഓൾറെഡി നിങ്ങൾ ട്രെയിനിങ്ങിലേക്ക് കോച്ചിങ്ങിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നു. സോ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. സോ ഫാർ ലോട്ട് ഓഫ് പീപ്പിൾ. നിങ്ങൾ എത്ര കണ്ട് കമന്റ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു റെസ്പോൺസിനനുസരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക. വെരി ഗുഡ്. ഓക്കെ, ഇനി എന്താണ് ടുഡേയ്സ് ടോപ്പിക്? ടുഡേയ്സ് ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഇതിനു മുൻപ് വെബിനാർ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടോയെന്ന് അറിയില്ല. ഉള്ളവർക്ക് അറിയാം, നോർമലി നമ്മുടെ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ള ഒരു കാര്യമാണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ നമ്മുടെ പാഷനെ അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിനെ, നമ്മുടെ എക്സ്പീരിയൻസിനെ, നമ്മുടെ എക്സ്പെർട്ടീസിനെ നമുക്ക് എങ്ങനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും, അതിനു വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. എന്താണ് നമ്മളുടെ സ്കില്ല്, എന്താണ് നമ്മളുടെ പാഷൻ, എന്താണ് നമ്മളുടെ അങ്ങനെയുള്ള ഒരു സ്കില്ല് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഓൾറെഡി ഇവിടെ ഒരാൾ പറഞ്ഞു എന്ന് വെച്ചാൽ ഷഗീർ പറഞ്ഞു സ്പോക്കൺ അറബിക് ട്രെയിനർ, മോട്ടിവേഷണൽ സ്പീക്കർ. സോ അദ്ദേഹത്തിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്പോക്കൺ അറബിക് എന്നുള്ള വിഷയം അത് ട്രെയിനിങ് എടുക്കുക, അത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. സോ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം സ്പോക്കൺ ഇംഗ്ലീഷ് ആവാം, അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മേഖലയായിരിക്കാം. വട്ട് ഈസ് യുവർ ഏരിയ ദാറ്റ് ഫൈൻഡ് ഔട്ട്? നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഏരിയ ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്യുക, കമന്റ് ഡൗൺ സോ ദാറ്റ് ഐ കൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് യു ഹാവ്. നിങ്ങൾക്കുള്ള ഇൻട്രസ്റ്റ് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെർട്ടീസ് ഏതാണ്, നിങ്ങളുടെ സ്കില്ല് ഏത് ഏരിയയിലാണ് ഉള്ളത്, ഏത് പഠിപ്പിക്കാനാണ് നിങ്ങൾ കേപ്പബിൾ ആയിട്ടുള്ളത്? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, LC മാം പറയുന്നു ലൈക്ക് മോട്ടിവേഷൻ, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, വെരി ഗുഡ്. EFT വിഷ്ണു പറയുന്നു EFT. ഓക്കെ, വിച്ച് ട്രെയിനിങ് യു ലവ് ടു ടേക്ക് ട്രെയിനിങ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്താൽ മതി. അത് നമുക്കൊന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു നല്ലൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. ഓക്കെ, ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ലൈഫ് കോച്ചിങ്, കൗൺസിലിംഗ്, EFT, മോട്ടിവേഷൻ, വെരി ഗുഡ്. ബിസിനസ്, ഫിനിഷ് ബാലുശ്ശേരി, സോഫ്റ്റ് സ്കിൽ, പേഴ്സണൽ ഡെവലപ്മെന്റ്, മൗവ. ഓക്കെ, Montessori teachers training, students motivation, life transformation, very good. Is there any other area? Just let me know if you have. ഞാൻ ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? Can you see? No. No, it's not possible.
Some technical issues, still it is there. I don't know why it is not working. Okay, now I think I can access it. Okay. Can you see this? Can you see the screen? Yes, yes. Very good. Yeah. So, how to turn your life experience into coaching business that pays you for helping others? എങ്ങനെയാണ് നമ്മളുടെ എക്സ്പീരിയൻസ് ഒരു കോച്ചിങ് ബിസിനസ് ആക്കി മാറ്റുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ? ഇതാണ് നമ്മുടെ ഇന്നത്തെ വെബിനാറിന്റെ ഒരു ടോപ്പിക് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളുടെ പേഴ്സണൽ ജേർണി ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സണൽ ജേർണി ചിലപ്പോൾ ഉണ്ടാവും. ആ പേഴ്സണൽ ജേർണി നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെബിനാർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്കുള്ള ഒരു കോച്ചായിട്ട് മാറാനോ അല്ലെങ്കിൽ സംഗതിയിലേക്ക് മാറാനോ നമുക്ക് വലിയ തടസ്സങ്ങളുള്ള ചില എലമെന്റുകൾ ഉണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട ചില തടസ്സങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. ആ ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു വാണ്ട് ടു അച്ചീവ് എന്നുള്ള ക്ലാരിറ്റി. ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാൻ നൽകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വാട്ട് യു വാണ്ട് ടു ബിക്കം. ആസ് എ ട്രെയിനർ നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആസ് എ കോച്ച് നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, അത് ഡിഫൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, എക്സാക്ട്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക എന്താണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനൊരു നല്ലൊരു ക്ലാരിറ്റി എന്ത് ചെയ്യണം, നിങ്ങൾ വരുത്തി വെക്കണം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്യുക. എന്ത്, നിങ്ങളുടെ ഒരു പേനും പേപ്പർ എടുക്കുക. എല്ലാവർക്കും ഒരു പേനും പേപ്പർ ഉണ്ടോ? ജസ്റ്റ് ടേക്ക് എ പെൻ ആൻഡ് പേപ്പർ, ബിക്കോസ് ദിസ് സെഷൻ ഈസ് ഗോയിങ് ടു ബി ലോട്ട് ഓഫ് കോണ്ടന്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് വെച്ചാൽ സമയം. അപ്പൊ പേനും പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പേനും പേപ്പർ എടുക്കുക. പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. പരമാവധി ആൾക്കാർ എന്ത് ചെയ്യുക, വീഡിയോയിൽ വരിക. നിങ്ങൾക്കൊരു കോച്ചായിട്ട് ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ എന്താ പറയുക, എക്സ്പേർട്ട് ആയിട്ട് നിങ്ങൾക്ക് മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സസൈസിലൂടെ നമുക്ക് പോകാം. ഇതൊരു ടിപ്പിക്കൽ ഒരു വെബിനാർ രൂപത്തിൽ കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഐ വാണ്ട് യു ടു ഗെറ്റ് എ ക്ലാരിറ്റി ഓൺ what do you want to create and how you can create a plan. ഈ ഒരു സെഷനിൽ നിന്ന് തന്നെ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഗെറ്റ് എ ക്ലാരിറ്റി ഓൺ വാട്ട് യു വാണ്ട് ടു അച്ചീവ്. നിങ്ങൾക്ക് എന്താണ് ഔട്ട്കം ഡിഫൈൻ ചെയ്യുക. നിങ്ങൾക്ക് അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ, അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ, അടുത്തൊരു 2 വർഷത്തിനുള്ളിൽ ആസ് എ ട്രെയിനർ, ആസ് എ കോച്ച് നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്. ഒരു പേജ് എടുക്കുക. ആ പേജിൽ എന്ത് ചെയ്യുക, ഒരു A4 ഷീറ്റ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഒരു പേജ് എടുത്തിട്ട് എന്ത് ചെയ്യുക, പേജിൽ എന്ത് ചെയ്യുക, what is the outcome I want to achieve by becoming a professional best-selling trainer, coach, whatever it is. ഒരു ട്രെയിനർ ആയിട്ട്, ഒരു കോച്ച് ആയിട്ട്, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് ഈ ലെവലിൽ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഇൻഫ്ലുവൻസർ ആയിട്ട് ഞാൻ മാറുകയാണ് എങ്കിൽ വാട്ട് ഐ വാണ്ട് ടു അച്ചീവ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ബിക്കോസ് ദാറ്റ് വിൽ മോട്ടിവേറ്റ് യു. അപ്പൊ ആഫ്റ്റർ 5 years നമുക്ക് 3 തരത്തിലുള്ള ഗോളുകൾ വേണം. ഒന്നെന്താ വെച്ചാൽ ഷോർട്ട് ടേം ഗോൾ എഴുതി വെച്ചോ. ഷോർട്ട് ടേം ഗോൾ ഔട്ട്കം എങ്ങനെയായിരിക്കണം, ഷോർട്ട് ടേം ആയിരിക്കണം. ഒന്ന്, ഒരു പേജിൽ ഷോർട്ട് ടേം എഴുതുക. ഷോർട്ട് ടേം ഗോൾസ്. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ വിത്തിൻ 1 year to 5 yearsനുള്ളിൽ, ഇൻ ബിറ്റ്വീൻ വിത്തിൻ 1 year to 5 yearsനുള്ളിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ദെൻ ലോങ് ടേം വിത്തിൻ 5 to in between 5 to 15 yearsനുള്ളിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഇൻ ബിറ്റ്വീൻ 15 to 30 yearsന്റെ ഇടയിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. സോ ഇറ്റ്സ് എ 30 years പ്ലാൻ. അതിൽ 30 yearന്റെ പ്ലാനിൽ നിങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് ഒരുപാട് ടൈം വേണം. ഇപ്പൊ അതിൽ ഫോക്കസ് ചെയ്യേണ്ട. അതേപോലെ 15 years നിങ്ങൾക്ക് എഴുതാൻ ടൈം വേണം, അതിൽ ഫോക്കസ് ചെയ്യേണ്ട. ബട്ട് റൈറ്റ് സംതിങ് വിച്ച് ഇസ് കംസ് ഇൻ യുവർ മൈൻഡ്, വട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ലൈഫ്, ഒരു കോച്ചായി മാറുക, ഒരു ബെസ്റ്റ് സെല്ലിംഗ് കോച്ചായി മാറുക, ഒരു പ്രൊഫഷണൽ കോച്ചായിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what it means to you, how it is going to change your lifestyle. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ചേഞ്ച് ചെയ്യും, ഏതെല്ലാം കാര്യങ്ങൾ അതിൽ അച്ചീവ് ചെയ്യണം, അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾ എന്ത് ചെയ്യാൻ വരുത്തി വയ്ക്കും.
ബിക്കോസ് ദാറ്റ് വിൽ മോട്ടിവേറ്റ് യു. എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്, ഇന്റേണൽ മാത്രം പോരാ. സ്പിരിച്വൽ ആയിട്ടുള്ള, ഇന്റേണൽ ആയിട്ടുള്ള, ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള സംഗതികൾ മാത്രം പോരാ. വാട്ട് ഡു യു വാണ്ട് ടു ക്രിയേറ്റ് ഔട്ട് ഓഫ് യുവർ ലൈഫ്? അത് എന്തുമാകാം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതാവാം, നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറുന്നതായിരിക്കാം. ബിക്കോസ് ഈ കരിയറിൽ ഈ ഒരു ലെവലിൽ ഞാൻ അച്ചീവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഇത്ര പണം ഉണ്ടാക്കാൻ പറ്റും, ഇത്ര സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും, ഇത്ര ഫൈനാൻഷ്യൽ ഗെയിൻ എനിക്ക് ഏൺ ചെയ്യാൻ പറ്റും, അതിലൂടെ എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യും. സോ ഇമാജിൻ ഇഫ് യു ഏൺ യുവർ ഡ്രീം ഇൻകം, ഹൗ ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ഹൗ ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒരു 5 എണ്ണമെങ്കിലും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോടൊന്ന് പറയും. ജസ്റ്റ് ഡൺ എന്ന് കമന്റ് ചെയ്യട്ടോ. ജസ്റ്റ് റൈറ്റ് ഡൗൺ റൈറ്റ് നൗ. ഇപ്പൊ ക്വസ്റ്റ്യൻ മാത്രം എഴുതി എടുത്താൽ പോരാ. ജസ്റ്റ് റൈറ്റ് ഡൗൺ റൈറ്റ് നൗ. വിത്തിൻ 5 years, just write down how it will change your life. Okay, how you want to change your life. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് നേരെ എഴുതുക how much money you might be required for that. അതിന് വേണ്ടിയിട്ട് എത്ര പണമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി വരിക, ഒരു ഏകദേശം അതും കൂടെ എഴുതിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, അത് എഴുതി കഴിഞ്ഞിട്ടതിന് ശേഷം എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യും. ഏതെല്ലാം രീതിയിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവണം. എഴുതി കഴിഞ്ഞോ? ഡൺ എന്ന് കമന്റ് ചെയ്യട്ടെ എഴുതി കഴിഞ്ഞാൽ. Because this is a very serious question, because I want you to write down. Okay, done. Okay, ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റോ ഷോഫില മാം, ലൈക്ക് kind of what is the amount you are expecting? 5 lakhs, 10 lakhs, 1 CR, whatever it is. 50 lakh. 50 lakh. Okay, 50 lakh achievement. It's a very good goal. Very good, fantastic. In 5 years time, or like or within 1 year or 2 years? 5 years. 5 years. Okay, so 5 year time 50 lakhs എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി പോസിബിൾ, ഈസിലി പോസിബിൾ. ഓക്കെ, പക്ഷെ അടുത്തൊരു 2 yearsനുള്ളിൽ ഞാൻ ഇനി ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ആ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതി വെക്കുക. മറ്റു ക്വസ്റ്റ്യൻ ഇതാണ്, അടുത്ത 2 yearsനുള്ളിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ ചേഞ്ച് ആവണം. ആസ് എ ട്രെയിനർ, ആസ് എ കോച്ച്, നിങ്ങൾ ഈ കരിയറിൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഏത് രീതിയിൽ ചേഞ്ച് ആവും. വിത്തിൻ 2 yearsനുള്ളിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ച് ചെയ്യണം, അതിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കോ. നിങ്ങളിപ്പോൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വെഹിക്കിൾ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഒന്ന്, ചിലപ്പോൾ നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്കൊരു പ്രീമിയം ലക്ഷറി കാർ എന്നുള്ള രീതിയിലാണെങ്കിൽ അത് വട്ട് എവർ ഇറ്റ് ഈസ് വട്ട് യു വാണ്ട് ടു അച്ചീവ്. ഓക്കെ, ഡെഫിനറ്റ്ലി നമ്മൾ കോച്ചിങ് ആൻഡ് ഹെൽപ്പിംഗ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ആർ ഓൾ ഡൂയിങ് ദിസ് ബോത്ത് ഫോർ അസ് ആൻഡ് അതേഴ്സ്. യെസ് ഓർ നോ? ഇത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് മാറണമല്ലോ. സക്സസ്ഫുൾ ആവണം, സക്സസ് കോച്ച് ആവണം, ലൈഫ് കോച്ച് ആവണം എന്നൊക്കെ പറഞ്ഞ് നടക്കും നല്ല അല്ലേ വലിയ ചിന്താഗതിയും ലൈഫ് നമ്മുടേത് എന്താവരുത്,
താഴെ പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടേത് സക്സസ്ഫുൾ അല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഡിഫൈൻ ചെയ്യണം വാട്ട് കൈൻഡ് ഓഫ് എന്ത് ലൈഫാണ് എനിക്ക് വേണ്ടത്, എത്രയാണ് അടുത്ത 2 yearsനുള്ളിൽ വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ച് ദാറ്റ് വിൽ ഹാപ്പൻ. ആ 2 yearsന് വേണ്ട ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യണം. ഓക്കെ, 2 yearsനുള്ളിൽ ഹൗ മച്ച്. അപ്പൊ അതിൽ ഒന്ന്, വാട്ട് വെഹിക്കിൾ ഐ ഷുഡ് ബി ട്രാവലിംഗ്, ഞാൻ ട്രാവൽ ചെയ്യുന്ന വെഹിക്കിൾ ഏതായിരിക്കും. രണ്ടാമത്തത്, വിച്ച് ഹൗസ് ഐ വിൽ ബി ലിവിങ് ഇൻ 2 years ടൈം. ഈ വീട്ടിൽ തന്നെയാണോ ഞാൻ നിൽക്കുക, ഇവിടെ തന്നെ ആയിരിക്കുമോ, അല്ല ഇതിൻ 2 years ടൈമിനുള്ളിൽ ഞാൻ ഇത് ഒരു ബെറ്റർ സിറ്റുവേഷനിൽ എനിക്ക് മാറണോ, അല്ലെങ്കിൽ ഈ വീട് പുതുക്കി പണിയണോ, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ സെറ്റ് എ ഗോൾ ഫോർ ദാറ്റ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ ഈ കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചുമ്മാ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് വരേണ്ടവരല്ല. നിങ്ങളുടെ നീഡ് എനിക്ക് എന്ത് ചെയ്യണം, അറിയണം. ഐ വാണ്ട് യു ടു നോ ദ നീഡ്. ബി അവെയർ ഓഫ് യുവർ നീഡ്സ്. നിങ്ങളുടെ നീഡ്സ് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. ആ നീഡ്സിലേക്ക് നിങ്ങളുടെ ഗോൾസിനെ കണക്ട് ചെയ്യണം. അതായത് കരിയർ ഗോൾസിനെ കണക്ട് ചെയ്യണം. അപ്പൊ ആ നീഡ്സിൽ പെട്ടതാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക. അടുത്തത്, സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള താമസിക്കുന്ന വീട് അത് ഇത് തന്നെ മതിയോ, അതല്ല നിങ്ങൾക്ക് വേറെ വേണോ. നെക്സ്റ്റ് വേണ്ടത്, നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് വിത്തിൻ 2 yearsനുള്ളിൽ നിങ്ങൾ നിങ്ങൾക്ക് കടങ്ങളുണ്ടോ. ഡു യു ഹാവ് ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ്, യെസ് ഓർ നോ? ഒന്ന് കമന്റ് ചെയ്യാം. അതിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരോ ഉള്ളത്, ഒന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ് ഔട്ട് യെസ്, പുറത്ത് കിടക്കണം, ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ട്, ഐ വാണ്ട് ടു ഗെറ്റ് ഔട്ട്. ഉള്ളവർ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് സേവിങ്സ് ഇല്ലേ, ഇനിയിപ്പോൾ ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ടവരുണ്ട്, എന്നാൽ സേവിങ്സ് ഉണ്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡോക്ടർ ഷീബ, ഡു യു ഹാവ് സേവിങ്സ്? സേവിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൗ മച്ച് ഇറ്റ് ഈസ്, ഇത് ഐഡിയൽ സേവിങ്സ് ആണോ, നിങ്ങൾ വിചാരിച്ചത്ര സേവിങ്സ് ഉണ്ടോ. നെക്സ്റ്റ്, ഡു യു ഹാവ് മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം. ഓക്കെ, മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം ഉണ്ടോ. ഒരു ഇൻകം ആണോ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ഒരു 2 yearsനുള്ളിൽ എത്ര സ്ട്രീംസ് ഓഫ് ഇൻകം നിങ്ങൾക്ക് വേണം. ഓക്കെ, സോ മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം ഉണ്ടോ, ഇല്ലെങ്കിൽ എത്ര നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സേവിങ്സ് ഉണ്ടാവാം, സേവിങ്സ് ഇല്ലാത്തവർ എന്ത് ചെയ്യണം, സേവിങ്സ് എത്ര വേണം. അടുത്തത് ഇൻവെസ്റ്റ്മെന്റ്. മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ പാസീവ് ആയിട്ടുള്ള ഉള്ള ഇൻകം, നമ്മൾ വർക്ക് ചെയ്യാതെ നമുക്ക് ഇൻകം വരുന്നത്, ഏതെങ്കിലും ബിസിനസ്സിൽ നിന്നോ സംഗതികളിൽ നിന്നോ നമുക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് ചാനലിൽ നിന്ന് വരാം, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരാം, ഫേസ്ബുക്കിൽ നിന്ന് വരാം. അതേപോലെ ഇതിനൊക്കെ പുറമെ എന്ന് വെച്ചാൽ ബ്രാൻഡ് ഡീൽസുകൾ വരാം. ഇതിനൊക്കെ പുറമെ അതൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ട് വരുന്നതാണ്. ഇതല്ലാതെ ഉള്ള മറ്റുള്ള അഡീഷണൽ സ്ട്രീംസ് ഓഫ് ഇൻകം നമുക്കുണ്ടാവും. ആ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ ഗോളിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഒരു വിഷൻ സെറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അടുത്ത 2 yearsൽ നിങ്ങൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അടുത്ത 2 yearsനുള്ളിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സുകൾ ഉണ്ട്. ഒരു ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഗാഡ്ജറ്റ്സുകൾ, ഫോർ എക്സാമ്പിൾ നല്ലൊരു ലാപ്ടോപ്പ്, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആപ്പിളിന്റെ ഒരു ലാപ്ടോപ്പ് വേണം പ്രസന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ടൂളുകൾ വേണം, നിങ്ങൾക്ക് ഒരു ക്യാമറ വേണം. എന്തൊക്കെ ടൂൾസ് ആണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ കയ്യിലില്ല പക്ഷെ വാങ്ങണം, അതിന് പണം വേണം. ക്ലിയർ, ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റി വരുത്തുക. സോ ഏതൊക്കെ ഏരിയയിൽ നിങ്ങൾക്ക് പണം, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പണം ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം രീതിയിൽ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുത്തണം. ക്ലിയർ. പ്ലസ് നിങ്ങൾക്ക് ഒരു ടീമിനെ വേണം. ഇപ്പൊ നിലവിൽ ടീമില്ല, പക്ഷെ അടുത്ത 2 yearsനുള്ളിൽ നിങ്ങൾക്ക് ഒരു ടീം വേണം. ആരൊക്കെയാണ് വേണ്ടത്, അവർക്ക് എത്രയായിരിക്കും ഏകദേശം ഒരു ശമ്പളം ഞാൻ കൊടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ സാലറി കൊടുക്കേണ്ടി വരിക ടീമിലുള്ളവർ. ഇതിനെല്ലാത്തിനും കൂടെ ഒരു ബജറ്റ് എന്ത് ചെയ്യണം, തയ്യാറാക്കും. ഓക്കെ, 2 yearsനുള്ളിൽ ആ 2 yearsനുള്ളിലുള്ള ബജറ്റ് തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യണം, അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞതിന് ഏകദേശം ഒരു സാമ്പിൾ എമൗണ്ട് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 2 years ടൈമിലേക്കുള്ള ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി എങ്ങനെയാണെന്നുള്ളത്, ഇതിനെല്ലാത്തിനും കൂടെ. അപ്പൊ അതൊന്ന് സെറ്റ് ചെയ്തിട്ട് കേട്ടാണെന്ന് കമന്റ് ചെയ്യാം കേട്ടോ എല്ലാവരും. ഐ വാണ്ട്, ഇവിടെ ഏകദേശം നമുക്കിവിടെ 58-60ഓളം ആൾക്കാരുണ്ട്. എനിക്കൊരു മിനിമം ഒരു 57 ആൾ, ഞാൻ ഒഴികെ 57 ആൾക്കാരും ഇവിടെ കമന്റ് ചെയ്യണം. ഓക്കെ, എഴുതി കഴിഞ്ഞിട്ട് ഇരിക്കുക. ഏകദേശം ഇത് കുറച്ച് ടൈം എടുക്കും. ടൈം എടുത്തോട്ടെ. ഐ വിൽ ഗിവ് യു ടൈം, 5 minutes I will give you time. Okay, 5 minutes I will give you. Just write down these questions, write the answer. നിങ്ങളുടെ പാരൻസിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ 2 വർഷത്തിനുള്ളിൽ? നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, നിങ്ങളുടെ മക്കളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കണം, whatever it is, write down as many questions. എന്നിട്ട് എഴുതുക കേട്ടോ. മുഹ്സിന പറയുന്നു, മൈൻഡ് എഴുതുമ്പോൾ മൈൻഡിൽ ഒരു ഡൗട്ട്. ഡോണ്ട് വറി, ആ ഡൗട്ട് സ്വാഭാവികമാണ്. ദാറ്റ് മീൻസ് യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഓക്കെ, ഇതൊക്കെ നടക്കുമോ എന്നൊരു
ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ട് ഉണ്ടാവുമല്ലോ, കാരണം നമ്മളിപ്പോൾ പോയിന്റ് എയിലാണ്, നമുക്ക് പോകേണ്ടത്. അപ്പോൾ നടക്കുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ എഴുതുക, ചുമ്മാ എഴുതുക. കാരണം എന്താ വെച്ചാൽ അത് നടക്കുമോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും, അതേ ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ യൂണിവേഴ്സിന് പ്രത്യേകതയുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്, നിങ്ങളുടെ മൈൻഡിൽ, അൺകോൺഷ്യസ് മൈൻഡിൽ എഴുതി വെക്കുക. ലോകത്ത് ഇവർ 3% ആൾക്കാരാണ് അവരുടെ ഗോളുകൾ എഴുതി വെക്കാൻ പറയുന്നത്. 97% ആൾക്കാർ എഴുതി വെക്കുന്നു. എന്താ കാരണം? ഈ ഡൗട്ട് ഉള്ളിൽ നിന്നൊരു ചോദ്യം വരും, നിന്നെക്കൊണ്ട് ഇതൊക്കെ നടക്കുമോ? ഓക്കെ, നമ്മളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്, പ്രീവിയസ് നോളജ്, പ്രീവിയസ് സംഗതികൾ വെച്ചിട്ട് പാറ്റേൺസ് വെച്ച് നമ്മൾ എഴുതില്ല. ഇതൊക്കെ ചിന്തിക്കാൻ എളുപ്പമാണ്, വർക്ക് ചെയ്യാൻ പല ആൾക്കാർക്കും മടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ഈ സെഷൻ എന്ന് പറയുന്നത് കുറേ കോണ്ടന്റ് നിങ്ങൾക്ക് തരിക എന്നുള്ളതല്ല. നിങ്ങളെ കൊണ്ട് ഇപ്പോൾ ഡേ 1 മുതൽ ഈ ഒരു വെബിനാറിൽ മുതൽ ഞാൻ പണിയെടുപ്പിക്കുകയാണ്. Just start right now. This is, you are already started. Your journey to become a coach already started. Congratulations. So start writing. Take action right now. This is taking action. Write down. Once you finish, just comment down that. Our amount കിട്ടണം 2 yearsനുള്ളിലേക്ക് കേട്ടോ. How much money you want, and that becomes your goal. That becomes your career goal. That's a very powerful career goal. വളരെ ക്ലിയർ ആയിട്ടുള്ള ഗോൾ വേണം. ഒരു കോച്ചായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ഗോൾ വേണം. എനിക്ക് എന്ത് ഔട്ട്കം, എനിക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടാനുള്ളത്. ഇത് ഡിഫൈൻ ചെയ്യാതെ എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് പണമൊന്നും പ്രശ്നമല്ല, എനിക്ക് ആൾക്കാരെ ഹെൽപ്പ് ചെയ്താൽ മതി, എനിക്കൊരു കോച്ചായാൽ മതി, എനിക്കൊരു ഹീലറായാൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ പാഷന്റെ പുറത്ത്, പാഷൻ ഡസൻറ്റ് feed your family. Passion doesn't give you consistency. Consistency വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് കമന്റ് ചെയ്യാം. Okay, LC Jose, 1 crore 13 lakh. So that much amount is needed. Is it possible 2 years time? Yes, it is possible. Possible ആണ്. കാരണം ഞാൻ 3.5 കോടി ഒരു കോച്ചിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ഒരു ട്രെയിനർക്ക്, 1 ഇയറിനുള്ളിൽ. I created 3.4 കോടി 4 കോടിയുടെ അടുത്ത്. 1 crore more, 1 crore. Okay, so 1 crore. So now you are, see, നിങ്ങൾ വിചാരിക്കാത്ത രൂപത്തിലുള്ള ആൻസറുകൾ വരുന്നുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ? 1.7 CR. ഇത് നിങ്ങൾ ചിന്തിച്ചിരുന്നോ? ഇത്ര വേണ്ടി വരും, ഇത്ര എനിക്ക് ഇങ്ങനെ ഒരു ഗോൾ ഉണ്ടാവും? എസ് ഓർ നോ? ഡ്രീം ഹോം 1 crore, car 12 lakh, laptop 1 lakh. Okay. യെസ്, ഓക്കെ. ചിലർക്ക് ഇത് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, സോ ക്ലിയർ, ബി വെരി ക്രിസ്റ്റൽ ക്ലിയർ. 3 CR. ഓക്കെ, റാലി വലിയ വലിയ എമൗണ്ടുകൾ അപ്പോൾ വരുന്നു. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. 2 CR. ഇത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിബിൾ. ദ തിങ് ഈസ്, നമുക്കിത് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ അവൈലബിൾ ആണ്. 5 CR ഇതിലാണ്, ഫാന്റാസ്റ്റിക്. വലിയ വലിയ എമൗണ്ടുകൾ നമുക്ക് ക്ലാരിറ്റിയിലേക്ക് വരുന്നു. സോ ഈ 2 years പീരീഡിനുള്ളിൽ നമ്മൾ എങ്ങനെ അച്ചീവ് ചെയ്യും? ഇതിന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ക്രിസ്റ്റൽ ക്ലിയർ ഫൈനാൻഷ്യൽ പ്ലാനും കരിയർ പ്ലാനുമാണ്. ആ ക്രിസ്റ്റൽ ക്ലിയർ ഫൈനാൻഷ്യൽ പ്ലാനിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷനിൽ ഒരു കാര്യം ക്ലിയർ ആയി, ഈ എമൗണ്ട് ക്ലിയർ ആയി, ഒന്ന്. അതേപോലെ എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ക്ലിയർ ആയി. ഇത് നിങ്ങൾ എവിടെന്നറിയോ? ക്രിയേറ്റ് എ വിഷൻ ബോർഡ്. ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യണം. യു ഹാവ് ടു ക്രിയേറ്റ് എ വിഷൻ ബോർഡ്. Can I show you my vision board? Back in 2011, 2011 എനിക്കുണ്ടായിരുന്ന വിഷൻ ബോർഡ് ഞാൻ എന്ത് ചെയ്യാമെന്ന് കാണിച്ചു തരാം. I will show you. Do you want that? I will show you exactly that. I can show you. Let's see. I will just show you that so that you will get a clarity. Okay, 1 minute. I have to
do this. നിങ്ങൾ നിങ്ങളുടെ എഴുതി കഴിഞ്ഞിട്ട് പറയട്ടോ. എഴുതി കഴിഞ്ഞിട്ട് പറയാം. ഡൺ എന്ന് കമന്റ് ചെയ്യാം. ജസ്റ്റ് ക്ലാരിറ്റി കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഡൺ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. കമന്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൺ എന്ന് കമന്റ് ചെയ്യുക. യെസ്. സോ ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യമുള്ളത്, നമ്മളുടെ നെക്സ്റ്റ് നിങ്ങളുടെ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിഷൻ ബോർഡ് കാണിക്കാം. എൻ്റെ വിഷൻ ബോർഡ് എന്തായിരുന്നു, എങ്ങനെ ഞാൻ അച്ചീവ് ചെയ്തു എന്നുള്ളത്. ഐ വിൽ ടെൽ യു ദ സ്റ്റോറി. നെക്സ്റ്റ് വരുന്നത്, നിങ്ങളിപ്പോൾ ഈ ഒരു ക്ലാരിറ്റി എഴുതിയതിനു ശേഷം അടുത്ത ക്ലാരിറ്റിയിലേക്ക് പോകാം. നമുക്ക് അടുത്ത ക്ലാരിറ്റി, നിങ്ങൾക്ക് ഈ ഒരു 6 മാസത്തിനുള്ളിൽ 3 മാസത്തിനുള്ളിൽ, ഓക്കെ, വാട്ട് ഡു യു വാണ്ട് ടു ക്രിയേറ്റ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? 3 മാസം മുതൽ 6 മാസം മുതൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്താണ്? അത് കരിയറിലാണ്. കാരണം ഇത് ക്രിയേറ്റ് ചെയ്താലാണ് അടുത്ത 1 ഇയറിനുള്ളിൽ അല്ലെങ്കിൽ 2 ഇയറിനുള്ളിൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയുടെ കോഴ്സ് സെല് ചെയ്യണം? എത്ര രൂപയുടെ കോഴ്സ് ഞാൻ സെല് ചെയ്യേണ്ടി വരും ഇത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ? ഓക്കെ, എത്ര രൂപയുടെ കോഴ്സ് ഞാൻ സെല്ല് ചെയ്യണം? ജസ്റ്റ് ഗെറ്റ് എ ക്ലാരിറ്റി. വിഷ്ണു, കൺഗ്രാറ്റുലേഷൻ, താങ്ക് യു ഷെയർ ചെയ്തതിന്. എത്ര രൂപയുടെ കോഴ്സാണ് ഞാൻ സെല്ല് ചെയ്യേണ്ടി വരിക ഒരു മാസം? അന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയ 12 മന്ത്സിന് നിങ്ങൾ ഏൺ ചെയ്യേണ്ട എമൗണ്ട് 12 മന്ത്സ് അല്ല, നിങ്ങളൊരു 12 മന്ത്സ് സെറ്റ് ചെയ്താൽ മതി. നിങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് 24 മന്ത്സിലേക്ക് ഡിവൈഡ് ചെയ്യേണ്ട ഒരു 16 മന്ത്സിലേക്ക് ഡിവൈഡ് ചെയ്തോളൂ. 16 or 18 മന്ത്സിലേക്ക് ഡിവൈഡ് ചെയ്യും. 6 മാസം നിങ്ങൾക്ക് എന്തായാലും വലിയ റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, 6 മാസത്തേക്ക്. പക്ഷെ അതിനടുത്ത 1.5 വർഷത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, റിസൾട്ട് ഉണ്ടാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 16 മന്ത്സിലേക്ക് 6 മാസം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യുന്ന എമൗണ്ട് ആണോ ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ നമ്മൾ ഞാനിപ്പോ പറയുന്നത് വെച്ചാല്
ചില ആൾക്കാർ ഓൾറെഡി ക്ലയൻസ് ഉള്ളവരുണ്ടാവാം. ഓക്കെ, ആ ക്ലയൻസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 24 മന്ത്സിലേക്ക് എഴുതാം. അതല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, 18 മന്ത്സിൽ നിങ്ങൾ എന്ത് അച്ചീവ് ചെയ്യും. കാരണം എന്തിനാണ് ഒരു 6 മാസം നമ്മൾ എന്താ വെച്ചാൽ പ്രിപ്പയർ ചെയ്യണം, പ്രിപ്പറേഷൻ. ഓക്കെ, നെക്സ്റ്റ് 6 മന്ത്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ആണ്. 3 മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ചില ടാർഗറ്റുകൾ, കുറെ വർക്കുകൾ ചെയ്യാനുണ്ട്. എന്നാൽ മാത്രമേ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. 6 മാസത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, വിൽ ബി മേക്കിംഗ് എവറി മന്ത് ദിസ് മച്ച് മണി. കാരണം നിങ്ങൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന എമൗണ്ട് 1 CR, 1.5 CR അല്ലെങ്കിൽ 5 CR എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മന്ത്ലി നിങ്ങൾ എത്ര, ഒരു 24 മന്ത്സിനുള്ളിൽ നിങ്ങൾ ഈ അച്ചീവ് ചെയ്യാൻ പോകുന്ന എമൗണ്ടിനെ നിങ്ങൾ എന്ത് ചെയ്യുക, 18 മന്ത്സിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ 18, ആ എമൗണ്ട് 18 ഡിവൈഡഡ് ബൈ 18. ഇത് വെൽത്തിനെ കുറിച്ചുള്ള ക്ലാസ് ആണോ? വെൽത്ത് ഡെഫിനറ്റ്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആസ് എ കോച്ച്, ആസ് എ ട്രെയിനർ നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ചു വരണം. ഓക്കെ, സോ 9.5 lakhs മന്ത്ലി ഏൺ ചെയ്യണം. എസ് പറഞ്ഞു, ഒരാൾ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. കൃഷ്ണ ഇവിടെ ഓൾറെഡി ഒന്ന് ചില പല ഗോൾസും അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണെന്നുള്ളത് എഴുതുക. ഓക്കെ, 5 lakh മന്ത്ലി. ഓക്കെ, സോ മന്ത്ലി അപ്പം 9.5 lakh. ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് എമൗണ്ട് എഴുതുമ്പോൾ ഇതിൽ തന്നെ നിങ്ങളുടെ വെച്ചാൽ ഈസ് ദിസ് ആക്ച്വൽ പ്രോഫിറ്റ്. അടുത്ത ചോദ്യം ചോദിക്കേണ്ടതാണ്, ഈസ് ദിസ് ആക്ച്വൽ പ്രോഫിറ്റ്. ഇത് നിങ്ങളുടെ ആക്ച്വൽ പ്രോഫിറ്റ് ആണോ, അതല്ല ഇൻക്ലൂഡിങ് ദ എക്സ്പെൻസ് ആണോ? നിങ്ങൾക്ക് വേണ്ടത് പ്രോഫിറ്റ് ആണ്. സോറോ, നിങ്ങളിപ്പോൾ ഈ ഉദ്ദേശിക്കുന്ന എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടേണ്ട, സേവ് ചെയ്യേണ്ട എമൗണ്ട് ആണ്. യെസ്, ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കരിയർ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പോകണം. മന്ത്ലി സെയിൽസ് ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പോകണം. വി നീഡ് ദാറ്റ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റ് ഓൺലി ആണെന്നുണ്ടെങ്കിൽ എഴുതിക്കോ, ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ആണ്. കോച്ചിങ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് ₹1 ഈ പറഞ്ഞ എമൗണ്ട് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് എ ബിഗർ ടീം. യു നീഡ് ടീം വേണ്ടി വരാം, അല്ലെങ്കിൽ പല കാര്യങ്ങൾ വേണ്ടി വരാം. അപ്പോൾ ഒരുപാട് എക്സ്പെൻസുകൾ വരും. അപ്പോൾ ഒരു 20% ഈ എമൗണ്ട് കണ്ടുകൊണ്ട് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മന്ത്ലി നിങ്ങൾ എത്ര സെയിൽസ് അല്ലെങ്കിൽ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും? എത്ര പേർക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി? എത്ര പേർക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി? അതായത് നിങ്ങൾക്ക് 20% ആണ് നിങ്ങൾ ഏറ്റവും സേഫ് ആയിട്ട്, ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് കാണേണ്ടത്, അല്ലെങ്കിൽ സേഫ് ആയിട്ട് 15 to 20% ആണ് ഇതിലെ പ്രോഫിറ്റ്. ആക്ച്വലി കോച്ചിങ് ഇൻഡസ്ട്രിയിലെ പ്രോഫിറ്റ് എത്രയാണ്? നമ്മൾ അധികം ആൾക്കാർ ചിന്തിക്കുന്നത് എത്രയാണ്? നിങ്ങൾ അധികം ആൾക്കാർ ചിന്തിക്കുന്നത് എത്രയാണ്? 80%. ബിക്കോസ് ചെലവ് കുറവാണ്. ഓർ ലൈക്ക് 60%. പല ആൾക്കാർ 60% ചിന്തിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ 80% ചിന്തിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ 40% ചിന്തിക്കുന്നവരുണ്ട്. അത്രയൊന്നും കിട്ടൂല. അപ്പൊ അത് നമ്മൾ എന്താ വെച്ചാൽ ഇൻഡിവിജ്വൽ ആയിട്ട് ചില കാര്യങ്ങൾ, ചെറിയ 1-2 പ്രോഗ്രാമുകളും നമുക്ക് അങ്ങനെ കിട്ടിയേക്കാം. പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ട് സംഗതി ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ യു നീഡ് എ ടീം, യു നീഡ്, നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് എക്സ്പെൻസുകളും സംഗതികളും വരുന്നുണ്ട്. അപ്പൊ ആ എക്സ്പെൻസുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഈ 5 lakh അല്ലെങ്കിൽ നിങ്ങളിപ്പോ സെറ്റ് ചെയ്തിരിക്കുന്ന 9 lakhs നിങ്ങൾക്ക് 5% ആണെന്നുണ്ടെങ്കിൽ 10% എത്രയായിരിക്കും? 18 ആണ്. പറഞ്ഞോ. അപ്പൊ നിങ്ങളുടെ ടേൺ ഓവർ എത്ര ലെവലിലേക്ക് പോകണം? ഹ്യൂജ് ലെവലിലേക്ക് പോകേണ്ടത്. പറഞ്ഞോ. സോറി, 5 lakh 20% ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്? ആ എമൗണ്ട് എത്രയായിരിക്കും? ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, 10 lakh എത്രയാണ്? സോറി, 10% എന്ന് പറയുന്നത് എത്രയാണ്? 5 lakhന് 2.5 ആണ്. സോ ദാറ്റ് മീൻസ് 25 lakhs മിനിമം വേണം. 25 lakhs 5 lakhs പ്രോഫിറ്റ് കിട്ടുള്ളൂ. അത് 9 lakh അല്ലെങ്കിൽ 9.5 lakh ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അത് 10 lakh ആണെന്നുണ്ടെങ്കിൽ ഡബിൾ 50 lakhs നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സെയിൽസ് റവന്യൂ ജനറേറ്റ് ചെയ്യണം. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ദാറ്റ് മീൻസ് നിങ്ങളുടെ സെയിൽസ് ടാർഗറ്റ് 50 lakhs മന്ത്ലി അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ 25 lakhs മന്ത്ലി അച്ചീവ് ചെയ്യണം. ക്ലിയർ അല്ലേ? 2 lakhs ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്നത് പോലെ 10 lakhs നിങ്ങൾ എന്ത് ചെയ്യണം? അച്ചീവ് ചെയ്യണം. ക്ലിയർ? ഇനി വീണ്ടും കുറച്ച് കൊണ്ടുവരാം. പേടിക്കണ്ട, വലിയ എമൗണ്ട് അവിടെ പറയുന്നതെന്നുള്ള രീതിയിൽ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സെയിൽസ് ടാർഗറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ ചുരുക്കി കൊണ്ടുവന്നുള്ളൂ. 5 lakhs ആണെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും? അതിനനുസരിച്ച് കുറയും. ക്ലിയർ? സോ
റെഡ്യൂസ്ഡ് ആണ്. അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ആ കറക്റ്റ് ഒരു എമൗണ്ട് ഫിഗർ സെറ്റ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇറങ്ങിത്തിരിക്കാം. ഇനി ഈ എമൗണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ പറയുക, ഈ മെത്തേഡിനെ പറയുക റിവേഴ്സ് പ്രോസസ് എന്ന് പറയുന്ന മെത്തേഡാണ്. നമുക്ക് എന്താണോ കാണേണ്ടത്, അച്ചീവ് ചെയ്യേണ്ടത്, അതിൻ്റെ മാക്സിമം ഔട്ട്കം ഡിഫൈൻ ചെയ്തിട്ട് അതിൽ നിന്ന് പുറകിലോട്ട് വരും. എന്നിട്ട് പുറകിലോട്ട് വന്നിട്ട് അപ്പൊ നമുക്കൊരു റിയൽ പിക്ചർ കിട്ടും. ഇത്രയും ഞാൻ പണിയെടുക്കണം, ഇത്രയും ഞാൻ എഫേർട്ട് ഇടണം, അത് വെറുതെ ക്യാഷ് ഉണ്ടാവില്ല എന്ന റിയാലിറ്റി തിരിച്ചറിയും. തുടക്കത്തിൽ നിങ്ങൾക്ക് ചെലവ് കുറവായിരിക്കും കേട്ടോ. ചെലവ് ചുരുക്കി ചെയ്താൽ അതിനനുസരിച്ച് വരുമാനം കുറവായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന റിയാലിറ്റിയിലേക്കാണ് ഞാൻ നിങ്ങളെ എന്ത് ചെയ്യണം, ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അല്ല, ആദ്യത്തെ 6 months നിങ്ങൾ ഫ്രം ദ സ്ക്രാച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. ഒരു അത്യാവശ്യം പണം വരുന്നതിനനുസരിച്ച് പതിയെ പതിയെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള സത്യമാണ് ഈ പറഞ്ഞിരുന്നത്. വീണ്ടും അതിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യണം. ക്ലിയർ? ഇനി നെക്സ്റ്റ്, അപ്പൊ നമുക്കൊരു പിക്ചർ ആയാലോ, സെയിൽസ് ടാർഗറ്റ് ആയാലോ, മന്ത്ലി ടാർഗറ്റ്. വെരി ഗുഡ്. ഓക്കെ, കൃഷ്ണ എന്തോ കമന്റ് ചെയ്തു, മൈ ഗോൾ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ടാർഗറ്റ് എത്രയാണെന്ന് കമന്റ് ചെയ്തേ. കമന്റോ ക്ലിയർ ആയിട്ടുണ്ടോന്ന് അറിയാം. വാട്ട് ഈസ് യുവർ മന്ത്ലി ടാർഗറ്റ്? സെയിൽസ് ടാർഗറ്റ് ആണ് ഞാൻ പറയുന്നത്. സെയിൽസ് ടാർഗറ്റ് എത്രയാണ്? വാട്ട് ഈസ് യുവർ സെയിൽസ് ടാർഗറ്റ് മന്ത്ലി? ഓക്കെ, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾക്ക് വേണ്ട പ്രോഫിറ്റ് എല്ലാം കഴിച്ചിട്ട് പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾ നേരത്തെ എവിടെ എഴുതി. നിങ്ങളുടെ ചെലവിൽ ഇത്ര ലൈഫിൽ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞു. ചിലർക്ക് അത് 5 lakhs ആണ് കിട്ടിയത്, ചിലർക്ക് അത് 10 lakhs ആണ് വേണ്ടത് മന്ത്ലി. ഇനി ചിലർക്ക് 2 lakhs മതി. ഓക്കെ, ചിലർക്ക് 1 lakh മതി. 1 lakh ആണ് നിങ്ങളുടെ മന്ത്ലി പ്രോഫിറ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് എത്രയാണ്? സെയിൽസ് ടാർഗറ്റ് 5 lakhs വോളിയം ചെയ്യണം. ക്ലിയർ ആണോ? മന്ത്ലി 5 lakhs വോളിയം ചെയ്താൽ സേഫ് ആയിട്ട് 1 lakh നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം. ഇനി അത് കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയാൽ ദാറ്റ് ഈസ് ബെറ്റർ കേട്ടോ. ഇന്നത്തെ സബ്ജക്ട് ഹൗ ടു ബിക്കം എ കോച്ച് എന്നുള്ളതല്ലേ. കോച്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആൾക്കാരെ ഇങ്ങനെ കോച്ച് ചെയ്യാം, സൈക്കോളജിക്കലി ഇങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതല്ല. ഇറ്റ്സ് മണി മേക്കിംഗ് പ്രോഗ്രാംസ് ആണോ ഹൗ ടു ബിക്കം എ കോച്ച് എന്നുള്ളത്. അതിനല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ലെറ്റ്സ് ബി ഓണസ്റ്റ്. അപ്പൊ അതിൽ മേജർ ടോപ്പിക്കാണിത്. ഇനി അതിലേക്കാണ് ഞാൻ വരുന്നത്. എങ്ങനെയാണ് കോച്ച് ആവുന്നത്? ഈ കോച്ചിൽ അതിലേക്ക് ആദ്യം ഡിഫൈൻ ചെയ്ത് ഇത് ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളിൽ അധികം ആൾക്കാരും കോച്ച് ആവാത്തത്, ബെസ്റ്റ് സെല്ലിംഗ് കോച്ച് ആവാത്തത്. എത്ര പേർക്ക് മനസ്സിലായി? ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ ജസ്റ്റ് കമന്റ് ഡൗൺ CLR. ജസ്റ്റ് കമന്റ് ഡൗൺ CLR. ഞാനിപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലായിട്ടുള്ള ആൾക്കാർ. യെസ്, ഇത് ഡിഫൈൻ ചെയ്യാതെ നമ്മൾ ഇറങ്ങിത്തിരിക്കും. അപ്പൊ നമുക്ക് വ്യക്തമായ ലക്ഷ്യം ഉണ്ടാവില്ല. നമ്മൾ ആരെങ്കിലും ഒക്കെ കോച്ച് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള ഇതിൽ അങ്ങനെ പോകും. ഇത് ക്ലിയർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേണ്ടിയിട്ട് എന്ത് പണിയെടുക്കണം? അപ്പൊ പണം ഉണ്ടാക്കുക എന്നുള്ളതാണോ നമ്മുടെ ഫോക്കസ്? അല്ല. നമ്മൾ എൻജോയ് ചെയ്യുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലൂടെ പണം ഉണ്ടാക്കുക. കോച്ചിങ് ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ കോച്ചായി മാറുക. അതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. സക്സസ്ഫുൾ കോച്ചാകുക. കോച്ചാകാൻ ആർക്കും പറ്റും. ഒരു സക്സസ്ഫുൾ കോച്ചാണെന്നുണ്ടെങ്കിൽ ഈ പണിയെടുക്കണം. കാരണം ആൾക്കാർ നമ്മളെ എന്ത് ചെയ്യണം, ഉറ്റുനോക്കും. അപ്പൊ നമുക്കൊരു ക്ലാരിറ്റി ഇല്ല നമ്മൾ എന്താ ചെയ്യുന്നത്. നമ്മളെടുത്ത പൈസ ഇല്ല, നമ്മൾ ലൈഫ് കോച്ചിങ് പഠിപ്പിച്ചെടുക്കുക. പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു, നിങ്ങളിലധികം ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിച്ചിരുന്നത്. എനിക്ക് പണം വേണ്ട, എനിക്ക് പാഷൻ. ഇനി നമ്മൾ പണി തുടങ്ങാൻ പോകണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമുക്കെന്ന് വെച്ചാൽ അടുത്തത് എനിക്ക് പഠിപ്പിക്കാനുള്ളത് ഈ സെയിൽസ് ടാർഗറ്റ് ക്ലിയർ ആയിട്ടുള്ള ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു, കോഴ്സ് ഡിസൈൻ ചെയ്യണം. വിച്ച് ഈസ് കോൾഡ്, നിങ്ങൾ പ്രൈസിങ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതിലേക്ക് നമുക്ക് വരണം. നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രൈസിങ് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ എത്രയാണ് നമ്മൾ പ്രൈസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് എത്ര സ്റ്റുഡൻസ് വേണ്ടി വരും, ഈ എമൗണ്ട് ഫില്ലാവും. ഏത് എമൗണ്ട്? നിങ്ങളുടെ സെയിൽസ് ടാർഗറ്റ് ഫില്ലാകാൻ ഏത് വിലയുള്ള കോഴ്സാണ് നിങ്ങൾ വിൽക്കേണ്ടത്. ഓക്കെ,
ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? എഴുതി വെച്ചോ ക്വസ്റ്റ്യൻസ്. ഞാൻ ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെക്കണേ. ഞാൻ ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെക്കണം. നിങ്ങൾ സെയിൽസ് ടാർഗറ്റ് ആയിട്ട് വെക്കുന്ന എമൗണ്ട് വിഷ്ണു ഫോക്കസ് ഓൺ ദ സെഷനിലേക്ക് ഫോക്കസ് ചെയ്യും കേട്ടോ. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് എഴുതി, ബാക്കിയുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യും. ജസ്റ്റ് ഫോക്കസ് ഓൺ ദ ക്വസ്റ്റ്യൻസ്. നിങ്ങളൊരു കോഴ്സിന് എന്ത് ചെയ്യുക, പേയ്മെന്റ് ഫിക്സ് ചെയ്തോളൂ. ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. പേയ്മെന്റ് എത്രയാണ് ഐഡിയൽ പേയ്മെന്റ്? ഓക്കെ, ഇൻ ബിറ്റ്വീൻ 3,000 to 8,000. ഇതാണ് നിങ്ങളുടെ ബേസിക് ലെവൽ കോഴ്സിന്റെ പേയ്മെന്റ്. ബേസിക് ലെവൽ കോഴ്സിന്റെ പേയ്മെന്റ് വരേണ്ടത് 3,000 to 8,000. ഇതിന്റെ ഇടയിൽ വെക്കുക. അപ്പൊ 10,000 into 500. നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് മാം ബേസിക് കോഴ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 8,000 താഴെ നിങ്ങൾ പ്രൈസ് വെക്കുക. ഇനി 10,000 വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അത്രയും ഇൻഫ്ലുവൻസിങ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ മാത്രം, സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, സെല്ലായി പോകും. ഒരു 8,000-ന്റെയും 3,000-ന്റെയും ഇടയിൽ നിങ്ങളുടെ ബേസിക് കോഴ്സിന് പേയ്മെന്റ് വയ്ക്കുക. നിങ്ങൾക്ക് 3 ലെവൽ കോഴ്സ് വേണം. 3 ലെവൽ കോഴ്സ്. അതിൽ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ബേസിക് കോഴ്സാണ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിലൊരു അഡ്വാൻസ് കോഴ്സ്. അത് കഴിഞ്ഞതിന് ശേഷം ഹൈ ടിക്കറ്റ് കോഴ്സ്. ഈ ഹൈ ടിക്കറ്റ് കോഴ്സും ബേസിക് കോഴ്സും വളരെ നിർബന്ധമാണ്. ഇതിന്റെ ഇടയിലുള്ളത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കാം. 3 ലെവൽ കോഴ്സ് വേണം. ഫസ്റ്റ് ബേസിക്, അഡ്വാൻസ്, ദെൻ ഹയർ അഡ്വാൻസ്. ഹയർ അഡ്വാൻസ് എന്നുള്ള സംഗതി എന്ത് ചെയ്യുക, ഒരു ഹൈ ടിക്കറ്റ് കോഴ്സായിട്ട് സെല് ചെയ്യുക. ഈ ഹൈ ടിക്കറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഹൈ ടിക്കറ്റ് കോഴ്സ് എന്ന് പറയുന്നത് 50,000-ന്റെയും 2,00,000-ന്റെയും ഇടയിൽ, അല്ലെങ്കിൽ 50,000-ന് മുകളിൽ. ഇതെല്ലാം ഹൈ ടിക്കറ്റ് ആണ്. നോർമലി പറയാം ഏറ്റവും മിനിമം 50,000, 60,000 അങ്ങനെ ലെവലിൽ വരും. ഓക്കെ, അത് 1 lakh വെക്കാം, 1.5 lakh വെക്കാം, 2 lakhs വെക്കാം, 5 lakhs വെക്കാം, 10 lakhs വരെ അത് അങ്ങനെ മുകളിലോട്ട് പോകും. ഓക്കെ, അപ്പൊ ഇതൊക്കെ വിൽക്കാൻ പറ്റുമോ? ഇതൊക്കെ വാങ്ങും ആൾക്കാർ. ക്യാൻ യു ബിലീവ് ഇറ്റ്? പീപ്പിൾ ആർ റെഡി ടു പേ. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് കൊടുക്കും? നിങ്ങൾ എന്ത് സെല് ചെയ്യും? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലോ ടിക്കറ്റിലാണ്, ബേസിക് കേട്ടോ. ഒരു ലോ ടിക്കറ്റ് പ്രോഗ്രാം സെറ്റ് ചെയ്യാം, ഫസ്റ്റിൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് ആയിട്ട് ഒരു എമൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുക? ചില ആൾക്കാർ ഈ 3,000 പോലും സെറ്റ് ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല. എസോണോ? എനിക്കിപ്പോ ഒരു 2,500 ആ ലെവലിലാണ്. അങ്ങനെയുള്ളവർ എത്ര പേര് ഫീൽ ചെയ്യുന്നവരുണ്ട്? ഓക്കെ, ഷംനിം. അപ്പോൾ ഫസ്റ്റിലേക്ക് നമുക്ക് വരുമ്പോൾ നമുക്കൊരു 2,000 3,000 നിങ്ങൾ അത് വെച്ചോളൂ. വെക്കേണ്ടത് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് എത്ര എണ്ണം വെക്കേണ്ടി വരും? അപ്പൊ പ്രൈസ് കുറച്ച് കൂടുതൽ ആൾക്കാർ കയറുമോ? കയറാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൂടുതൽ ആൾക്കാർ എന്നും എല്ലാ മാസവും കയറണം, എന്നാലേ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് ആൾസോ ബിക്കം സ്പെഷ്യൽ. വേറെ പ്രശ്നം കൂടി ഉണ്ട്. പ്രൈസ് കുറച്ചിട്ട് നിങ്ങൾ ആൾക്കാരെ കേട്ടുമ്പോൾ നിങ്ങൾ കൊടുക്കാൻ നല്ല സർവീസ് കൊടുക്കണം. ഓക്കെ, നല്ല സർവീസ് കൊടുക്കും. നല്ല സർവീസ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അവരെ നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യണം? ബിൽഡ് ചെയ്ത് നർച്ചർ ചെയ്ത് കൊണ്ടുവരണം. പ്രൈസ് കുറയ്ക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അപ്പോഴും നിങ്ങൾ ഒരു നമ്പർ കണ്ടെത്തണം. അപ്പൊ എത്രയാണ് നിങ്ങൾ എത്ര ഫിക്സ് ചെയ്ത് എമൗണ്ട് ഒന്ന് കമന്റ് ചെയ്തേ. വാട്ട് ഈസ് യുവർ കോഴ്സ് പ്രൈസ്? കമന്റ് ഔട്ട്. ഫിക്സ് ഇറ്റ് നൗ. പിന്നീട് നമുക്ക് ചേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. എനിക്കൊരു സാമ്പിൾ നിങ്ങൾ ചെയ്യാണ് വേണ്ടത്. ഹൗ മച്ച് ഇറ്റ് ഈസ്? 5,999. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ പ്രൈസ് ചെയ്യുമ്പോൾ ഇതേപോലെ പ്രൈസ് ചെയ്യാം. അതായത് 6,000 എന്ന് പറയുന്ന പ്രൈസ് ചെയ്യുന്നതിനായിട്ട് നല്ലത് എന്താ വെച്ചാൽ 5,999 എന്ന് പറയുന്നതാണ്. എന്നാൽ 6,000 രൂപയുടെ വാല്യൂവിനടുത്ത് കിട്ടുകയും ചെയ്തു. എന്നാൽ അവർക്ക് ഒരു 6,000 എന്നുള്ള ആ ഒരു പോയിന്റ് ത്രഷോൾഡ് കടന്നതായിട്ട് ഫീൽ ചെയ്യില്ല. ഓക്കെ, 6,999. ഓക്കെ, വെരി ഗുഡ്. ദിൽന. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, 2,999. നിങ്ങളുടെ ഫീലിംഗ് വെരി ഗുഡ് മാം. ദാറ്റ്സ് എ വെരി ഹോണസ്റ്റ്. ഓക്കെ, നിങ്ങൾ ഏത് ടോപ്പിക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഷാമിനി മാം? ഏത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? 3,000. സോ 2,999. 2,999 ഇട്ടുള്ളൂ കേട്ടോ. ഓക്കെ, സഗീർ. ഓക്കെ, 6,999. ഓക്കെ, വെരി ഗുഡ്. ഇനി ഇൻറ്റു എത്ര സെല് ചെയ്താലാണ് നിങ്ങളുടെ ആ ഒരു എമൗണ്ട് അല്ലേ പ്രോഫിറ്റ്?
ഈ 7,000 ഷക്കീർ ഭായ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്ര കോഴ്സ് സെൽ ചെയ്താലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ എത്രയാ, നിങ്ങളുടെ സെയിൽസ് ടാർഗറ്റ് എത്രയാ? വാട്ട് ഇസ് യുവർ സെയിൽസ് ടാർഗറ്റ്? ടെൽ മീ. Uh, 1 lakh. 1 lakh. So 1 lakh is your sales target. അപ്പൊ നിങ്ങളുടെ മന്ത്ലി ഇൻകം എത്രയായിരിക്കും? ഐ മീൻ നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 lakh ആണെന്നുണ്ടെങ്കിൽ അതിന്റെ 20%, that means like 20,000 monthly. That's enough. Or maybe okay 30,000. കാരണം ചെറിയ ടാർഗറ്റ് ആകുമ്പോൾ അത്ര കുറച്ചെടുക്കാം. 1 lakh കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് 1 lakh നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ചെറിയ സൈസ് ആയതുകൊണ്ട് ചെലവ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുമായിരുന്നു. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ടീമുണ്ടോ നിലവിൽ? ഡു യു ഹാവ് എ ടീം? No. ടീമില്ല. അപ്പൊ ഒറ്റയ്ക്കാണ് ഉദ്ദേശിക്കുന്നത് ഈ 1 lakh ടാർഗറ്റ് ഒക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അച്ചീവ് ചെയ്യാം. ഓക്കെ, സോ 1 lakh നിങ്ങളുടെ സെയിൽസ് ടാർഗറ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു 30,000 35,000 അടുത്തൊക്കെ പ്രോഫിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മിനിമം ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളത് ഒരു ആവറേജ് ലെവൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് കൂട്ടാനും പറ്റും കേട്ടോ. നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ മെത്തേഡ് ക്രിയേറ്റ് ചെയ്താൽ മതി. ട്രെയിനിങ് ആൻഡ് കോച്ചിങ് ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കോസ്റ്റ് കുറക്കാൻ ശ്രമിക്കുക. പ്ലസ് കോസ്റ്റ് കുറക്കാൻ വിചാരിച്ചാൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. എങ്ങനെ കുറക്കാം? ഒരുവിധം പണിയൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. ഇതില് ഒരു ഡൗട്ട്. Yeah. ഇപ്പൊ ചില ട്രെയിനിങ്ങിന് നമ്മൾ കൂടുതൽ സമയമല്ല സ്പെൻഡ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ട്രെയിനിങ് ഉണ്ടാവുമല്ലോ. ഫോർ Yeah. എക്സാമ്പിൾ ഞാൻ മനസ്സിലാൻ വേണ്ടി പറയാണ്. ഇപ്പൊ ഞാനൊരു സ്പോക്കൺ അറബിക് ട്രെയിനിങ് ചെയ്യാണെന്ന് കരുതുക. സോ ഐ നീഡ് ടൈം ടു പ്രിപ്പയർ മൈ PPTs. Yeah. എനിക്ക് ടൈമാണ് കൂടുതൽ ആവശ്യമുള്ളത്. Yeah. അതേസമയം എനിക്ക് ക്യാപിറ്റൽ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൂടുതൽ അങ്ങനെ പണം ഇൻവെസ്റ്റ്മെന്റ് കുറച്ചേ വരുള്ളൂ. അതേസമയം ഞാൻ കൂടുതൽ ടൈം അതിന് സ്പെൻഡ് ചെയ്യണം. അങ്ങനത്തെ അവസരങ്ങളും വരൂലേ എന്നാ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അതേ പറയുന്നത്? നിങ്ങൾ ഇപ്പോഴത്തെ ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ നിങ്ങൾ എക്സ്പാൻഡ് ആയിരിക്കും. ഒരുപാട് Okay. സ്റ്റുഡൻസ് വന്നു. ഈ സ്റ്റുഡൻസിനൊക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കഴിയില്ല. Okay. സ്റ്റുഡൻസിന് പേഴ്സണൽ അറ്റൻഷൻ വേണം. ആ. നല്ല റിസൾട്ട് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റും. ഇഫ് യു ഗെറ്റ് 100 സ്റ്റുഡൻസ് ലൈക്ക് 200 സ്റ്റുഡൻസ്, ക്യാൻ യു സർ? നോ. No. സോ അപ്പൊ നിങ്ങൾ ഒരു ലിമിറ്റഡ് കോച്ച് ആയിട്ട് മാറാൻ ഉദ്ദേശിക്കുന്നു? ലൈക്ക് ഡു യു വാണ്ട് ടു ബിക്കം എ ലൈക്ക് സോ ലിമിറ്റഡ് ലിമിറ്റഡ് ആണോ? ഇപ്പൊ അത് മതി എന്നാണോ തീരുമാനിക്കുന്നത്? പ്ലാൻ ചെയ്ത് as of Plan now ചെയ്ത്. ലിമിറ്റഡ്. As of now, no. But what about the future? നല്ല രീതിയിൽ നിങ്ങൾ Yes. വിൽക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ Okay. സ്റ്റുഡൻസ് വരികയാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുമോ? അതെന്റെ ക്വസ്റ്റ്യൻ. Yes, willing to take up. Yeah. So that time you need team. അപ്പോ Okay. ആ സമയത്ത് എന്താ വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. ഓക്കെ, സോ രണ്ട് ഓപ്ഷൻസ് വെച്ചാൽ മതി. ആദ്യം ഞാനിതൊരു ഓവറോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ജേണി കാണിച്ചു തരികയാണ്. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ക്ലാരിറ്റി നിങ്ങൾ വരുത്തുക. ഡിസിഷൻസ് ഒക്കെ നിങ്ങളുടേതാണ്. അങ്ങനെ വലിയൊരു ടീമിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ സാറ് പറഞ്ഞ ആ ഒരു പ്രോഫിറ്റ് ഒക്കെ എങ്ങനെ റെഡ്യൂസ് ആവുക. 15-20% ഒക്കെ വരുള്ളൂ. പക്ഷെ അത് വലിയ എമൗണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈസി ആയിട്ട് വലിയ എമൗണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് ടീം ഉള്ളത് കൊണ്ട് വി ക്യാൻ ഈസിലി അട്രാക്ട് ചെയ്യാൻ പറ്റും. ക്ലയൻസിനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ഡിസൈൻ ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് അധികം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലല്ലോ എന്ന് നിങ്ങൾ പറയുന്ന സംഗതി ഉണ്ടാകും. പക്ഷെ നിങ്ങൾക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ ചെയ്യണം. യു ഹാവ് ടു സ്പെൻഡ് മണി ഫോർ ദാറ്റ്. കൺസിസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹ്യൂജ് ലെവൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പുട്ട് മണി ഫോർ ദാറ്റ്. അതിന് എത്രയെന്ന് അറിയോ? ഒരു ആവറേജ് നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, എത്രയാണെന്ന് അറിയോ? ഒരു ആവറേജ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏറ്റവും ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ട്രെയിനറും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോഴ്സും സംഗതികളൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ പരസ്യങ്ങൾ നിങ്ങൾ കാണാറില്ലേ? കാണാറ്. അവര് ഡെയിലി ഇടുന്ന എമൗണ്ട് എത്രയാണെന്ന് അറിയോ? കേരളത്തിലെ തന്നെ മികച്ച സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിലെ ഒരു ബ്രാഞ്ച് തന്നെ അവരിടുന്നത് ഡെയിലി 40,000 50,000 ആണ്. മാർക്കറ്റിംഗിന്. അപ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഹ്യൂജ് ലെവലുള്ള ട്രാൻസ്ഫോർമേഷൻ. പക്ഷെ അത് ഇട്ടാലുള്ള ബെനിഫിറ്റ് എന്താ? മിനിമം അവർക്ക് എന്ത് ചെയ്യാൻ ഒരു ഇറ്റ്സ് ലൈക്ക് യൂണി അറബിക് അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ അല്ലേ?
അറബിക്കിൻ്റെത് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. അറിയില്ല. ഓക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ എനിക്കറിയാം. ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്കാഡമി എൻ്റെ സുഹൃത്ത് നടത്തുന്നുണ്ട്, അവരുടെ എനിക്കറിയാം. സോ ദേ ആർ ഡൂയിങ് ലൈക്ക് എവറി ഡേ. അപ്പം 15,000 ഡെയിലി ഇടുന്നവരുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പം ഞാൻ ഇതെന്ന് വെച്ചാൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു റിയാലിറ്റിയിലേക്കും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാണ് ഞാൻ വിളിച്ചും വിഷയം. ഇതിനർത്ഥം ഓക്കെ, ചെറിയ രീതിയിൽ തുടങ്ങാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും തുടങ്ങാം. നിങ്ങൾ പറഞ്ഞതുപോലെ ചെറിയ രീതിയിൽ നമുക്ക് തുടങ്ങാം, പിന്നീട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാം. തുടക്കത്തിൽ നിങ്ങൾ 100 രൂപ 200 രൂപ വെച്ചിട്ട് ഡെയിലി ഇട്ടാൽ മതി, എന്നാൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട ക്ലയൻസിനെ കൊണ്ടുവരാൻ 100 രൂപ 200 രൂപ ഡെയിലി ഇടുക. പോസിബിൾ ആണെങ്കിൽ അത് 500 ആക്കുക, പിന്നീട് 1000 ആക്കുക, പിന്നീട് 2000 ആക്കുക. ജസ്റ്റ് ഡു ദാറ്റ് പ്രോപ്പർലി സ്ട്രക്ചർ ചെയ്തിട്ട് പോവാം. അപ്പൊ അതിങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നിടത്ത് ഇൻക്രീസ് ചെയ്യുക. ഏറ്റവും നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയുന്നത്, ഞാൻ ലാസ്റ്റ് ചെന്നൈയിൽ പോയപ്പോൾ ഇതിന്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഇങ്ങനെ ട്രെയിനിങ് കോച്ചിങ് എടുക്കുന്ന ആൾക്കാരെ കോച്ച് ചെയ്യുന്നത്. അപ്പൊ അവര് പറയുന്നത് വെച്ചാൽ മിനിമം ഒരു ഓൺ ആവറേജ് 12,000 to 15,000 ഇട്ടാലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് നാഷണൽ ലെവലിൽ കിട്ടുന്നത്. അങ്ങനെയുള്ളവരുണ്ട്. ഓക്കെ, കുഴപ്പമില്ലാത്ത റിസൾട്ട് എന്ന് പറയുമ്പോൾ അത് അവർക്ക് വേണ്ടത് എന്ന് വെച്ചാൽ മിനിമം ഒരു ബാച്ചിൽ 200-300 സ്റ്റുഡൻസ് ആണ്. അതാണ് അവരുടെ കുഴപ്പമില്ലാത്തൊരു അവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്രയും സ്റ്റുഡൻസിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു പുട്ട് ലോട്ട് ഓഫ്. അപ്പൊ അത്രയും സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഹൗ മച്ച് മണി യു കൻ മേക്ക്, ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. അപ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന 5 CR ഇയർലി അച്ചീവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ 3 CR അല്ലെങ്കിൽ 4 CR 1 CR ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുക. അതർവൈസ് വാട്ട് ഹാപ്പൻസ് ലൈക്ക് യു വിൽ ബി പ്ലേയിങ് ഇൻ സ്മോൾ. ഓക്കെ, സോ ലെറ്റ്സ് കം ബാക്ക്. നമുക്ക് തിരിച്ചു വരാം. റെഡി? യെസ്, പറഞ്ഞോളൂ. ആരാ ചോദിച്ചോ? സ്വന്തമായിട്ട് ഒരു ഡെവലപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ തയ്യാറായി കഴി നമ്മളെ അത്രക്ക് പ്രാപ്തി ഉണ്ട് നമുക്ക് ചെയ്യണം എന്നുള്ള. പക്ഷെ ക്ലയൻസ് കൂടുമ്പോൾ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഞാൻ കൊടുത്തെങ്കിലേ അത് ഞാൻ വിചാരിച്ച രീതിക്ക് അവർക്ക് അപ്ലൈ ചെയ്തിട്ട് അവർക്കൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളൊരു ഫീൽഡാണ് കൗൺസിലിംഗ് വിത്ത് റെമഡിയേഷൻ. അപ്പോൾ ക്ലയൻസ് കൂടുമ്പോൾ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാർ എടുക്കല്ലോ. ആ എടുക്കുന്ന ആൾക്കാരെ മൈൻഡ് സെറ്റ് എങ്ങനെ നമ്മളെ ബിസിനസിനെ ബാധിക്കുമോ? ഒരേ എനർജി ലെവലായിട്ടില്ലെങ്കിൽ എങ്ങനെ വരുന്നവര്? ഞാൻ ഇതിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെഷനിൽ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് ഡിസ്കഷൻസ് ഉണ്ട്. നമുക്കൊരു കോഴ്സ് തന്നെയുണ്ട്, നാളെ മുതൽ ആരംഭിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട് നമ്മളുടെ, ഈ ഒരു ഹൗ ടു ബിക്കം എ കോച്ച് എന്നുള്ളത്. ഓക്കെ, അതായത് നമുക്ക് ആ കോച്ചിന്റെ പേരെന്ന് വെച്ചാൽ CBM എന്നുള്ളതാണ്, കോച്ചിങ് ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ്. ഒരു 1 മന്തിലേക്കുള്ള കോഴ്സാണ്. അതിൽ ഇൻഡെപ്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സംഗതികളൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സിസ്റ്റം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോളോ ചെയ്ത് പോകുന്ന ഇൻഡെപ്ത് ട്രെയിനിങ് ഉണ്ട്. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യുന്നവരുണ്ട്. ആവറേജ് 50K ചെയ്യുന്നവര് ഉണ്ട്, മന്ത്ലി ചെയ്യുന്നവരുണ്ട്. മന്ത്ലി ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് ഡെയിലി ചെയ്യുന്നവരുണ്ട്, മന്ത്ലി ചെയ്യുന്നവരുണ്ട്. ഇവരുടെയൊക്കെ ടേൺ ഓവർ എത്രയായിരിക്കും? ആ ലെവലിലായിരിക്കും. ഒരു മാസം ആ ലെവലിലുള്ള ടേൺ ഓവറിലേക്ക് ഇവർ എന്തെങ്കിലും പോകും. ഓക്കെ, വലിയ എമൗണ്ടിനെ ഇപ്പൊ ചിന്തിക്കേണ്ട. ലെറ്റ്സ് കം ബാക്ക് ടു ദ സ്മോൾ എമൗണ്ട്. ഓക്കെ, വി ആർ സ്മോൾ പീപ്പിൾ, വി ആർ ബിഗിനേഴ്സ്. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഞാൻ റിയാലിറ്റീസ് കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. നമ്മളുടെ ആ ഒരു എമൗണ്ടിൽ നിങ്ങളോട് പറഞ്ഞത് എന്താണ്, എത്ര കോഴ്സ് എത്ര സ്റ്റുഡൻസിന് നിങ്ങൾക്ക് വിൽക്കും, അതൊരു ക്ലാരിറ്റി വരും. അപ്പം സഗീർ, എത്ര സ്റ്റുഡൻസാണ് വേണ്ടി വരിക? 7,000 ആണെന്നുണ്ടെങ്കിൽ 7,000 ആണ് നിങ്ങളുടെ കോഴ്സ് ഫീ എങ്കിൽ നിങ്ങളുടെ മന്ത്ലി എത്ര സ്റ്റുഡൻസ് നിങ്ങൾ കിട്ടും? ഈ പറഞ്ഞ 1 lakh ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 to 15, in between 15 അല്ലേ? Yes, 10 to 15. 15 സ്റ്റുഡൻസ് നിങ്ങൾക്ക് എൻറോൾ ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 lakh നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു വിൽ ഗെറ്റ് ഇറ്റ്. ദാറ്റ് ഈസ് യുവർ സെയിൽസ് ടാർഗറ്റ്. ദാറ്റ് ബിക്കംസ് അതിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതി. അപ്പോൾ നിങ്ങളുടെ ടൈം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ആവുന്നിടത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ നിങ്ങൾ പറഞ്ഞതിന് സൊല്യൂഷൻ കൂടെ പറഞ്ഞേക്കാണ്. ദർ ആർ AI ടൂൾസ്. ഓക്കെ, പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് വേണ്ട. പ്രസന്റേഷൻ എല്ലാം 1 time ക്രിയേറ്റ് ചെയ്താൽ മതി. നെവർ അപ്ഡേറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ക്രിയേറ്റ് 1 time. വേണ്ട പ്രസന്റേഷൻസ് എല്ലാം കോഴ്സ് ഡിസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒരൊറ്റ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുക. ആ പ്രസന്റേഷനിൽ എന്ത് ചെയ്യണം, കോഴ്സ് ഡിസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യാം. നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള കോഴ്സ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതിന് പുറമെ ലൈവ് ആണെങ്കിലും നിങ്ങളുടെ ടോപ്പിക്സ് എല്ലാം എഴുതി വെക്കുക. ഏതൊക്കെ ടോപ്പിക്സ് ഏതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. അപ്പൊ അതിനെ നിങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. ആ സ്ട്രക്ചർ നോട്ട് ചെയ്ത് വെച്ചോളൂ. ആർ യു റെഡി? നിങ്ങൾ റെഡിയാണോ?
Just comment down if you are ready and excited for the structure. Structure ready ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. Just comment down. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. Yes, yes, yes. Just comment down. Just comment down ready. Okay. Yes ഒന്ന് കമന്റ് ചെയ്യുക. I want you to be very serious. Please be very active. Okay. എല്ലാവരും ഒന്ന് വീഡിയോയിൽ വരാമോ? Please be here in video. പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരും. Just comment down. Yes, 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 yes എന്ന് കമന്റ് ചെയ്യുക. If you are ready and excited, just comment down yes. Okay. അല്ല നിങ്ങളിത് ശരിക്കും എക്സൈറ്റഡ് നിങ്ങൾ ചുമ്മാ കേട്ടിരുന്ന് പോകരുത്. ഐ വാണ്ട് യു ടു ബി വെരി സീരിയസ്. ആ സ്ട്രക്ചർ ഇതാണ്. എന്താണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതിന്റെ സ്ട്രക്ചർ. ആദ്യം എഴുതേണ്ടത് സ്റ്റുഡൻസ് അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്താണ്. ഡിഫൈൻ ദ ഔട്ട്കം ഫോർ സ്റ്റുഡൻസ്. ഡിഫൈൻ ദർ സക്സസ്. നിങ്ങൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയി കഴിഞ്ഞാൽ ഒരാൾ നിങ്ങളുടെ സ്റ്റുഡന്റ് സക്സസ് ആണ് എങ്കിൽ കോഴ്സ് പഠിക്കുന്ന കാര്യത്തിലാണ് പഠിച്ചിട്ട് അവർ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചേഞ്ച് ആണ് അവരുടെ ലൈഫിൽ സംഭവിക്കേണ്ടത്. ഡിഫൈൻ ദ ഔട്ട്കം. ഓക്കെ. ഡിഫൈൻ ദ ഔട്ട്കം. സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഔട്ട്കം ഡിഫൈൻ ചെയ്യും. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വൺസ് യു ഡിഫൈൻ ദ ഔട്ട്കം, അവിടെ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ആ ഔട്ട്കം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അച്ചീവ് ചെയ്യേണ്ട മൈൻഡ് സെറ്റ് എന്താണ്. നെക്സ്റ്റ് എഴുതിക്കോ. അടുത്ത കോളം നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത് വാട്ട് ഈസ് ദ മൈൻഡ് സെറ്റ് ദേ നീഡ് ടു അച്ചീവ്. അടുത്ത പ്രശ്നം ഇല്ല. സ്റ്റുഡൻസ് മൈൻഡ് സെറ്റ്. സ്റ്റുഡൻസ് ഏത് മൈൻഡ് സെറ്റിൽ വന്നാലാണ് ആ ഗോളിലേക്ക് അവരെത്തുള്ളൂ. മൈൻഡ് സെറ്റിൽ ചേഞ്ച് ആവേണ്ടത്. നെക്സ്റ്റ് അവർ അച്ചീവ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ദ സ്കിൽ സെറ്റ്. ഏത് സ്കിൽ സെറ്റ് അച്ചീവ് ചെയ്താലാണ് അവരുടെ ഗോളിലേക്ക് അവരെത്തുക. അപ്പൊ ഈ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത് എന്താണ്? ഈ മൈൻഡ് സെറ്റിനെ കുറിച്ച് പഠിപ്പിക്കും, സ്കിൽ സെറ്റിനെ കുറിച്ച് പഠിപ്പിക്കും. ക്ലിയർ? അപ്പൊ സ്കിൽസ് ഒരു 10 മൈൻഡ് സെറ്റ്, 10 മൈൻഡ് സെറ്റ്, ടോപ്പ് 10 മൈൻഡ് സെറ്റ് എഴുതാം കേട്ടോ. ടോപ്പ് 10 മൈൻഡ് സെറ്റ് അവർ അച്ചീവ് ചെയ്യേണ്ട. ടോപ്പ് 10 സ്കിൽ സെറ്റ്. അപ്പൊ സ്കിൽ സെറ്റിലാണ് എന്ത് നിങ്ങൾ പഠിപ്പിക്കുന്ന കോഴ്സ് കിടക്കുന്നത്. അതിലാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ. അടുത്തത് ഈ സ്കില്ലും ഈ മൈൻഡ് സെറ്റും അവർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടൂളാണ് ഉപയോഗിക്കേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് യുവർ മെത്തേഡ്. ക്ലിയർ ആണോ? ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന വെച്ചാൽ ഞാൻ ഹീലിംഗ് ആണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ട്രോമാസ് ഹീൽ ചെയ്യണം. ദാറ്റ് ഈസ് ഔട്ട്കം. ട്രോമ ഹീൽ ചെയ്ത് അവർ ഹാപ്പി ആവണം, പീസ്ഫുൾ ആവണം, അച്ചീവ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. സോ അതിന്റെ മൈൻഡ് സെറ്റ് എന്താണ്? ട്രോമ ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട മൈൻഡ് സെറ്റ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഇനി മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ലെറ്റ് ഗോ മൈൻഡ് സെറ്റ് വേണം, ഫോർഗിവിംഗ് മൈൻഡ് സെറ്റ് വേണം, നോൺ ജഡ്ജ്മെന്റൽ മൈൻഡ് സെറ്റ് വേണം, അൺകണ്ടീഷണൽ മൈൻഡ് സെറ്റ് വേണം, ലവ്. ഇതിനുള്ള ടൂൾ എന്താണ്? PFT എന്ന് പറയുന്ന ടൂൾ. അത് ഡിഫറെന്റ് ഫോമിൽ എങ്ങനെ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് എ ടൂൾ. സ്കിൽ സെറ്റ് എന്താണ്? ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് പഠിച്ചെടുക്കണം, ഈ ടൂള് പഠിച്ചെടുക്കണം. നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ കുറെ സംഗതികൾ സ്കില്ലുകളായിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഓക്കെ. നിങ്ങൾ ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അതാണ് സ്കിൽ സെറ്റ്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണ് ഹീലിംഗിൽ വരുന്ന കുറച്ച് കാര്യം. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള സ്കിൽ. എന്നിട്ട് ആ ടൂൾ എന്താണ്? വാട്ട് ഈസ് ദ ടൂൾ ദാറ്റ് യു ആർ ഗോയിങ് ടു, ആ മെത്തേഡ്, നിങ്ങളുടെ മെത്തഡോളജി എന്താണ്? ക്ലിയർ ആണോ? ആ പ്രോബ്ലം ക്ലിയർ ചെയ്തിട്ട് ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതേണ്ടത് വാട്ട് ആർ ദ ടോപ്പ് 10 പ്രോബ്ലംസ് യുവർ ക്ലയൻസ് ഫേസ്. നിങ്ങളുടെ ക്ലയൻസ് ഫേസ് ചെയ്യുന്ന ടോപ്പ് 10 പ്രോബ്ലംസ് ഉണ്ടാവും. And challenges. What are the top 10 problems and challenges that your clients face? Okay. അടുത്തത് who is this for? അടുത്ത question. Who is this course for? That means അതിന്റെ ബ്രാക്കറ്റിൽ എഴുതുക ideal customer. Who is this course for? നിങ്ങളുടെ ഈ കോഴ്സ് ആർക്കാണ്? ഐഡിയൽ ആണ്. ഐഡിയൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടാവും. എഴുതിക്കോ. അടുത്തത് ഏജ് ഗ്രൂപ്പ്, ലൊക്കേഷൻ, അവരുടെ ഇൻകം സൈസ്, ഇൻകം കപ്പാസിറ്റി. എല്ലാവർക്കും നിങ്ങളുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. സക്കീർ ഭായിയുടെ കോഴ്സ് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. സോ ദാറ്റ് കോഴ്സ് ഇസ് നോട്ട് ഫോർ എവരി വൺ.
only for the people who can purchase or spend 7,000 rupees. So no. അപ്പൊ നിങ്ങളുടെ കോഴ്സ് എല്ലാ കോച്ചുമാരും പറയുന്നത് നിങ്ങളുടെ കോഴ്സ് നിങ്ങളുടെ കസ്റ്റമർ ഈ പ്രശ്നം അനുഭവിക്കുന്ന എല്ലാവരും അല്ല. നിങ്ങളുടെ കോഴ്സിന്റെ വില ഇട്ടിരിക്കുന്നുണ്ട്. ആ വില തരാൻ കഴിയുന്നവർ മാത്രമാണ് നിങ്ങളുടെ കസ്റ്റമർ, അല്ലാത്തവർ നിങ്ങളുടെ കസ്റ്റമർ അല്ല. അതല്ലാത്തവർ എന്താണ്? റോങ് കസ്റ്റമർ. ആ റോങ് കസ്റ്റമറെ കേട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം, അയാൾ എപ്പോഴും ഡിസ്കൗണ്ട് ചോദിച്ചുകൊണ്ടിരിക്കും. ആ റോങ് കസ്റ്റമറിലേക്കാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നതെങ്കിൽ അയാൾ നിങ്ങളോട് ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും, അയാൾ നിങ്ങൾ ബാർഗൻ ചെയ്തുകൊണ്ടിരിക്കും. സോ നെവർ മാർക്കറ്റ് പൊസിഷൻ ടോക്ക് ടു എനി റോങ് കസ്റ്റമർ. There are rich customers, there are poor customers, there are cheap customers, there are ideal customers. Which customer you want? Let's talk business. Okay? Then നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ട് വേണം ആൾക്കാർ. നമ്മൾ എന്തായിരിക്കണം? സേഫ് ആയിരിക്കണം. നമ്മളൊരു മെഴുകുതിരി ആവരുത്. വെളിച്ചം എല്ലാവർക്കും പകരം ഒരുക്കി തീരരുത്. കാലാകാലം നിലനിൽക്കണം നിങ്ങൾ. ഒരു ടീച്ചിങ് മെത്തേഡിൽ അതും ഒരു സർവീസ് അല്ലേ സർ? ഡെഫിനറ്റ്ലി സർവീസ് ആണ്. സർവീസ് ആണ്. നിങ്ങൾ ഈ ഒരു പേയ്മെന്റ് ഇടുമ്പോൾ പോലും നിങ്ങൾ സർവീസ്, ആ സർവീസ് നിലനിൽക്കണ്ടേ? കാലാകാലം ചെയ്യണ്ടേ? ലോകത്തിന് നിങ്ങൾ ആവശ്യമില്ലേ? ലോകത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. എസ് ഓർ നോ? ആവശ്യമുണ്ട്. നിങ്ങൾ നല്ല ഹെൽത്തിലായിരിക്കണം. എസ് ഓർ നോ? അതിന് നിങ്ങൾ നല്ല വാഹനത്തിൽ ഓടണം. എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക ശരീരമൊക്കെ ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ കാലാകാലം ഓടുകയുള്ളൂ. ഒരു 10 സ്റ്റുഡൻസ് ഉള്ള ക്ലാസ് റൂമില് നമുക്ക് എന്തുകൊണ്ട് ഒരു 2 കുട്ടികളെ സർവീസ് ചെയ്തുകൂടാ? അതായത് ഫുള്ളി എന്നല്ല പറയുന്നത്, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡിസ്കൗണ്ട് ചെയ്യാം എന്നുള്ളതാണ് മൈ ഒപ്പീനിയൻ. That you can do. That's charity. That's not business. I'm talking about coaching model business. നിങ്ങൾ ഏൺ ചെയ്തോളൂ. നിങ്ങൾ ഈ ഫിക്സ് ചെയ്തിട്ട് അത് നിങ്ങളുടെ കസ്റ്റമർ അല്ല. അവർ നിങ്ങളുടെ കസ്റ്റമർ അല്ല. അവർ നിങ്ങളുടെ ചാരിറ്റി ആക്ടിവിറ്റി ആണ്. എസോറോ? നിങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഗിവ് ബാക്ക് ആണ്. ഡു ദാറ്റ്. അത് ചെയ്തോളൂ. That is something we do personally. ദാറ്റ് ഈസ് എ പേഴ്സണൽ നിങ്ങളുടെ ഒരു ധർമ്മമാണ്. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഒരു നല്ല സേവനമാണ്. മെന്റൽ സാറ്റിസ്ഫാക്ഷൻ. അത് അത് ഞാൻ പറയുന്നത് അങ്ങനെയാണ്. ആ സമയത്ത് നമുക്കൊരു മാനസികമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അല്ല, ഞാൻ കാര്യം ചോദിക്കട്ടെ, അതില്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ? അതില് എനിക്ക് തോന്നുന്നത് 10 കുട്ടികളിൽ 2 പേർക്ക് ഡിസ്കൗണ്ട് കൊടുക്കാന്ന് പറയുന്നത് ഒരു വലിയ ഫോർ എക്സാമ്പിൾ അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോ എനിക്ക് മനസ്സിലായതാണ് പറയാണ്. പറഞ്ഞോളൂ സെക്രട്ടറി സാർ, പറഞ്ഞോളൂ. 10 കുട്ടികളിൽ 2 കുട്ടികൾക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് പറയുന്നത് നമ്മൾ ചെയ്യുന്നൊരു ധർമ്മം അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫാക്ഷന്റെ ഭാഗമാണ്. അതേസമയം നമ്മളത് ജനറലായിട്ട് പറയേണ്ട കാര്യമല്ല, അത് സീക്രട്ട് ആയിട്ട് ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ പിന്നെ ഇതിന്റെ പ്രൊഫഷണലിസത്തെ ബാധിക്കുന്നില്ല. ഞാൻ അതവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു കാര്യം പറയും. ഓക്കെ, 2 കുട്ടികൾക്ക് കൊടുത്തു. ഓക്കെ, വളരെ സന്തോഷം. ഈ കുട്ടികൾ മറ്റു സ്റ്റുഡൻസിനോട് പറഞ്ഞു. ബാക്കിയുള്ള കുട്ടികൾക്ക് എന്തായി ഫീലിംഗ്? പറയാൻ പാടില്ല. പറയാതിരിക്കാനുള്ള രീതിയിൽ നമ്മൾ ഡീൽ ചെയ്യണം. ഓക്കെ, ഫൈൻ. നമുക്ക് ആ ഡിസ്കഷനിലേക്ക് പോകണ്ട. ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ നിങ്ങൾ അത് ചെയ്തോളൂ. ദാറ്റ്സ് യുവർ ചോയ്സ്. ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ല. ഞാൻ സംസാരിക്കുന്ന സെൻസിൽ നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ല. നിങ്ങൾ ചാരിറ്റി ചെയ്താലും ചെയ്തില്ലെങ്കിലും യു ഷുഡ് ഫീൽ ഗുഡ് ബിക്കോസ് യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് സർവീസ്. ചാരിറ്റിന്റെ ഭാഗമായിട്ടല്ല ഞാൻ പറഞ്ഞത്, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും? നമുക്ക് മുന്നിൽ അങ്ങനെയുള്ളവരും എത്തിപ്പെടില്ലേ? എത്തിപ്പെടുന്നവർ നിങ്ങൾ ചെയ്തോളൂ. അവരെ നിങ്ങളുടെ കസ്റ്റമർ ആയിട്ട് കാണണ്ട. നെവർ സീ യുവർ സെൽഫ് ദേ ആർ നോട്ട് യുവർ കസ്റ്റമർ. അവർ നിങ്ങളുടെ കസ്റ്റമർ ആയിട്ട് കാണണ്ട എന്ന് പറഞ്ഞതിന് ശേഷം അവരെ ഇഗ്നോർ ചെയ്ത് വിടാന്നുള്ളതല്ല. ബിസിനസ്സിലേക്ക്, നിങ്ങളുടെ ടാർഗറ്റിലേക്കോ സംഗതിയിലേക്കോ നിങ്ങൾ അവരെ എടുക്കരുത്. അവരെ നിങ്ങൾ ചെയ്തോളൂ. ഇപ്പൊ എന്റെ സ്റ്റുഡൻസിലുണ്ട്. ഞാൻ ഈ ഇവന്റ് നടത്തുന്ന സമയത്ത് എനിക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് എന്റെ കമ്മ്യൂണിറ്റിയിലുള്ള പല ആൾക്കാരും വരാറുണ്ട്. കഷ്ടപ്പെടുന്നവരുണ്ട്. അവര് ഞാൻ എന്തായിട്ട് കാണുന്നില്ല. അത് എന്റെ മാർക്കറ്റിംഗ്. ഞാൻ ഇത് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഇത് മനസ്സിലാവും കുറച്ചുകൂടെ കഴിയും. ഓക്കെ, എന്തിനാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങളുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി വരുമ്പോൾ നിങ്ങളുടെ എനർജി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ആൾക്കാരിലേക്ക്, ഇത്തരത്തിലുള്ള സ്റ്റുഡൻസോ സംഗതികളോ വരുമ്പോൾ അവരെ ട്രീറ്റ് ചെയ്യുന്നതിലേക്ക് നിങ്ങൾ കൂടുതൽ എനർജി ഫോക്കസ് നിങ്ങളുടെ ബിസിനസ്
ആക്ടിവിറ്റി റിയൽ ആയിട്ട് റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് കൊടുക്കരുത്. ഞാനത് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. കാരണം നിങ്ങളൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഉണ്ടാക്കുകയാണ്. ആ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ശരിക്കും ഐഡിയൽ കസ്റ്റമർ ആരാന്ന് ഡിഫൈൻ ചെയ്തിട്ട് അവർക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് 1-2 ആൾക്കാരല്ല വരിക, ഒരുപാട് ആൾക്കാർ ഇതേപോലത്തെ റോങ് ക്ലയൻസ് കയറി വരും. അപ്പൊ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ നിങ്ങളിൽ അധികം ആൾക്കാരും ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങും, പറയാൻ തുടങ്ങും. ഞാനിപ്പോ ഈ ഫീസ് കൂടുതലാണ് എല്ലാവരും പറയുന്നു എന്നുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞതിന്റെ സംഗതി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്ന് തിരിച്ചറിയുക. അതിനർത്ഥം വേറെയുള്ള ആൾക്കാരെ ഇഗ്നോർ ചെയ്യണം എന്നല്ല അതിനർത്ഥം. ഡിഫൈൻ യുവർ കസ്റ്റമർ എന്നിട്ട് ദിസ് ഈസ് മൈ കസ്റ്റമേഴ്സ്. അതല്ലാത്ത ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു, ദേ ആർ നോട്ട് യുവർ കസ്റ്റമർ ബട്ട് യു ക്യാൻ ആഡ് ദം, ദാറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങളുടെ ഫോക്കസ് അതിലേക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ വന്നു, മനസ്സിലായോ? ഇത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് റോങ് കസ്റ്റമേഴ്സ് കയറി വരും. അവരെല്ലാവരും നിങ്ങൾക്ക് എടുക്കാനും പറ്റില്ല. സോണം പറ്റുമോ? എത്ര പേർക്ക് മനസ്സിലായി? ക്ലിയർ? അതായത് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, അല്ലാതെ ഇവിടെ മറ്റുള്ളവരെ ഒഴിവാക്കാനല്ല പറഞ്ഞത്. റൈറ്റ് കസ്റ്റമറിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളായിട്ടൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. ആ പ്ലാനിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഞാനിവിടെ സംസാരിക്കുമ്പോൾ നിങ്ങളിൽ അധികം ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്. ഒരുപാട് സ്റ്റുഡൻസിന് ഫ്രീ കൊടുക്കുന്നുണ്ട്, ഒരുപാട് സംഗതികൾ ചെയ്യുന്നുണ്ട്. ബട്ട് അതൊക്കെ നമ്മളുടെ മറ്റുള്ള കാര്യം. ദാറ്റ്സ് നോട്ട് മൈ ഫോക്കസ്. ആസ് എ ട്രെയിനർ, ആസ് എ കോച്ച്, ആസ് എ ബിസിനസ് ഓണർ, സക്സസ്ഫുൾ കോച്ചായി എനിക്ക് മാറണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീം മെമ്പേഴ്സിനെ എനിക്ക് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എനിക്ക് പ്രോജക്റ്റ് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിത് റൈറ്റ്ലി അലൈൻ ചെയ്തേ പറ്റൂ. എന്നിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്ന് പ്രോഫിറ്റ് എടുത്തിട്ട് അതിൽ പെർസെൻറ്റേജ് കൊടുത്തിട്ട് നമ്മൾ പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. ദാറ്റ് യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. നിങ്ങൾക്ക് തന്നെ സ്കോളർഷിപ്പ് കൊടുക്കാം 2-3 സ്റ്റുഡൻസിന്, പാവപ്പെട്ട സ്റ്റുഡൻസ് വരുമ്പോൾ. ബട്ട് ദാറ്റ് ഷുഡ് നോട്ട് ബി ഒരു ടാർഗറ്റിംഗ് സ്ട്രാറ്റജി. അവരിലേക്ക് നിങ്ങളുടെ ടാർഗറ്റ് അതല്ലാത്തത് ഡിഫൈൻ ചെയ്തതിന് വെക്കണം. ദേ ആർ ന്യൂ ടു കസ്റ്റമർ. അവർ നിങ്ങളുടെ കസ്റ്റമർ അല്ല. ദേ ആർ യുവർ റെസ്പോൺസിബിലിറ്റി. ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. മനസ്സിലായോ? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് എന്നൊക്കെ നമുക്ക് പറയാം. ക്ലിയർ? അത് നമ്മുടെ കടമയാണ് അവരെ ഹെൽപ്പ് ചെയ്യല്, സെർവ് ചെയ്യല്. പക്ഷെ അവർ നമ്മുടെ കസ്റ്റമർ അല്ല. അവരെ കസ്റ്റമറായിട്ട് കാണുകയും ചെയ്യരുത്. കാരണം അങ്ങനത്തെ ആൾക്കാർ നമുക്ക് പേയിങ് ചെയ്യാം. അപ്പോൾ പേ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ സ്റ്റുഡൻസിലേക്ക് റീച്ച് ഔട്ട് ചെയ്യണം. അപ്പോൾ അവരുടെ പ്രോബ്ലംസ് ആണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഐഡിയൽ കസ്റ്റമറുടെ പ്രൊഫൈൽ എഴുതി വെക്കണം. അതിൽ അവരുടെ ഏജ് ഗ്രൂപ്പ് എന്താണ്. ഓക്കെ, ഒരു 10 വർഷത്തെ ഗ്യാപ്പ് എഴുതി വെക്കണം. ബിറ്റ്വീൻ 30 and 40. ഐഡിയൽ കസ്റ്റമർ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു മാക്സിമം 15 years, ആവറേജ് 10 years, ഏറ്റവും നല്ല രീതിയിൽ ചില ആൾക്കാർക്ക് ടാർഗറ്റ് കിട്ടും 5 years. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏജ് ഗ്രൂപ്പ് എഴുതി വെക്കുക. അതിനുള്ളിൽ ഏജ് ഗ്യാപ്പിൽ വരുന്ന ആൾക്കാർ മാത്രമാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്. അതല്ലാത്തവരും നിങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ല. അതാരാണ്? നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് എഴുതി വെക്കും. അപ്പോൾ അതല്ലാത്തവരൊക്കെ നമുക്ക് എന്ത് ചെയ്യും? കട്ടായി പോകും. അപ്പോൾ കട്ടായി പോകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഫോക്കസ് ക്ലിയർ ആവും. ഈ ഏജ് ഗ്രൂപ്പിലുള്ള, ഇന്ന ലൊക്കാലിറ്റിയിലുള്ള, ഇന്ന ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണ് എൻ്റെ കസ്റ്റമേഴ്സ്, എൻ്റെ ഓഡിയൻസ്. ക്ലിയർ ആണോ? ഈ സെഷൻ വിത്തിൻ 15 minutesനുള്ളിൽ വൈൻഡപ്പ് ആവും. ഒരു 20 minutes മാക്സിമം. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? നിങ്ങളുടെ കസ്റ്റമർ ആരാണ്? യെസ്, വെരി ഗുഡ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, വേർ ദേ ഹാങ് ഔട്ട് ഇൻ ദ ഓൺലൈൻ വേൾഡ്. അവർ ഓൺലൈൻ വേൾഡിൽ എവിടെയാണ്? ഫേസ്ബുക്കിലാണോ, ഇൻസ്റ്റഗ്രാമിലാണോ? വേർ ദേ ഹാങ് ഔട്ട് ഇൻ ദ ഓൺലൈൻ വേൾഡ്. ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റഗ്രാം ഓർ യൂട്യൂബ്. ഈ 3 സ്ഥലത്തുണ്ട് നിങ്ങൾ പറയും. പക്ഷെ ഏറ്റവും കൂടുതൽ എവിടെ? ചില ആൾക്കാർക്ക് ലിങ്ക്ഡിൻ ആയിരിക്കും. ഓക്കെ, അവിടെയാണ് നിങ്ങൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ടോപ്പ് 10 പ്രോബ്ലംസ് എഴുതിയില്ല, ആ പ്രോബ്ലംസിനെ ബേസ് ചെയ്തുകൊണ്ട് അതിന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? വീഡിയോസ് ചെയ്തുകൊണ്ടേയിരിക്കണം. യു ടോക്ക് അബൌട്ട് പ്രോബ്ലംസ്. ആ പ്രോബ്ലംസ് അവർക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, അതിനുള്ള സിമ്പിൾ സ്റ്റെപ്സുകൾ. ക്ലിയർ ആണോ? എങ്ങനെയാണ് വീഡിയോസ് ചെയ്യേണ്ടത്? എങ്ങനെയും ചെയ്യാം. ജെനുവിൻ ആയിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. വലിയ ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളൊന്നും വേണമെന്നില്ല.
genuinely share it. That's enough. Be genuine. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നോളജ് ഷെയർ ചെയ്യും. ഡസൻറ്റ് മാറ്റർ ഹൗ ഇറ്റ് ലുക്ക് ലൈക്ക്. ആൾക്കാർ നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ടല്ല. ഡെഫിനറ്റ്ലി അതുണ്ട്, പക്ഷേ അത് പ്രീമിയം ലെവലിലെ ക്ലയൻസിനെ അട്രാക്ട് ചെയ്യണമെന്ന് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമുള്ളതാണ്. ബാക്കിയുള്ള അധികം ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഡു വീഡിയോസ്, ജസ്റ്റ് പോസ്റ്റ് കോണ്ടന്റ്. അടുത്തത്, വ്യൂസ് ഡസൻറ്റ് മാറ്റർ. വൈ? നിങ്ങൾ അധികം ആൾക്കാരും വറീഡ് ആവാറില്ലേ, ഒരുപാട് വ്യൂ കിട്ടുമോ? പറഞ്ഞോ, എത്ര പേർക്കുണ്ട് വ്യൂസ് ഒരുപാട് ഉണ്ടായിരുന്നെങ്കിൽ? വ്യൂസ് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടോ? ദാറ്റ് ഫിയർ. എങ്ങനെയാണ് വ്യൂസ് വേണ്ട? കാരണം എന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് ആൾക്കാരുള്ള സെലിബ്രിറ്റീസാണ് ഉള്ളത്. ഒന്ന് മാക്രോ സെലിബ്രിറ്റി, മറ്റൊന്ന് മൈക്രോ സെലിബ്രിറ്റി. നിങ്ങൾ മൈക്രോ സെലിബ്രിറ്റിയാണ്. മാക്രോ സെലിബ്രിറ്റി എന്ന് പറയുന്നത് നിങ്ങളൊരു വലിയൊരു ഹ്യൂജ് ഫാൻ ബേസ് ഉള്ള ഇൻഫ്ലുവൻസറാണ്. 1,00,000 ഫോളോവേഴ്സ് അല്ലെങ്കിൽ 2,00,000 ഫോളോവേഴ്സ്, അങ്ങനെയുള്ള രീതിയിലേക്ക് നിങ്ങൾ വളരുക. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും, മില്യൺസ് ഓഫ് വ്യൂസ് ഉണ്ടാവും. അതാണ് മാക്രോ. പക്ഷേ അത് മാസ് ഓഡിയൻസ് ആണ്, ക്ലാസ് ഓഡിയൻസ് അല്ല, റൈറ്റ് ഓഡിയൻസ് അല്ല. ആയിക്കൊള്ളണം എന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ആകെ വേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 200 ആൾക്കാർ കണ്ടാലും ആ 200 ആൾക്കാരും റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ വീഡിയോസ് മുഴുവൻ കാണും. സോ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഓഡിയൻസ് അല്ല വേണ്ടത്, റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസ്. അപ്പൊ യൂട്യൂബിൽ എന്തായാലും വീഡിയോ ചെയ്യണം, ഇൻസ്റ്റഗ്രാമിലും വീഡിയോ ചെയ്യണം, ഓക്കെ, ഫേസ്ബുക്കിൽ. വ്യൂസ് അല്ല മാറ്റർ, റൈറ്റ് ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യുക എന്നുള്ളതാണ് മാറ്റർ. റൈറ്റ് ഓഡിയൻസിലേക്ക് റീച്ച് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ചെയ്യുന്നതിൽ ഓർഗാനിക്കലി ആൾക്കാർ എന്ത് ചെയ്യും, ഇത് നല്ല പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് നല്ല സേവബിൾ എഴുതിക്കുക. ഏത് ടൈപ്പ് ഓഫ് കോണ്ടന്റാണ് നിങ്ങൾ? സേവബിൾ, ലൈക്കബിൾ, ഷെയറബിൾ, കമന്റബിൾ കോണ്ടന്റ് ഷൂട്ട് ചെയ്യണം. ഷെയറബിൾ ആയിരിക്കണം, ലൈക്കബിൾ ആയിരിക്കണം, കമന്റബിൾ ആയിരിക്കണം, സേവബിൾ ആയിരിക്കണം. അപ്പൊ അതിന് തോന്നുന്ന തരത്തിൽ വീഡിയോസ്, കോണ്ടന്റ് ഷൂട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, ആഴ്ചയിൽ നിങ്ങൾ എത്ര വീഡിയോസ് ചെയ്യണം? യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ മിനിമം ആഴ്ചയിൽ 1 ചെയ്യും. ഏറ്റവും നല്ലത് 3 ചെയ്യും. ആഴ്ചയിൽ 3 ചെയ്യാൻ പറ്റിയ ബെസ്റ്റ്. ഇനി 2 ചെയ്താലും 2-3 മിനിമം ചെയ്യുക കേട്ടോ. ദാറ്റ് വിൽ ബി ലൈക്ക് എ വെരി ഗുഡ് സ്ട്രാറ്റജി. ഇൻസ്റ്റഗ്രാമിൽ ഡെയിലി 1 ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇസ് വെരി ഗുഡ്. ഡെയിലി ഒരു വീഡിയോ ഞാൻ ചെയ്യും എന്ന് സെറ്റ് ചെയ്യുക. ഡെയിലി 3 ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അത് വേണ്ട, നിങ്ങൾ ഡെയിലി ഒരു വീഡിയോ ചെയ്യുക. ജസ്റ്റ് 1 വീഡിയോ. വലിയ സെറ്റപ്പ് വേണ്ട, ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുക. അതിൽ ചില ഒരു 100 വീഡിയോസ് ചലഞ്ച് സെറ്റ് ചെയ്യുക. 100 വീഡിയോസ് ഞാൻ ചെയ്യും ഇൻസ്റ്റഗ്രാമിൽ. ഈ 100 വീഡിയോയിൽ ഉറപ്പാണ് ഒരു വീഡിയോ വൈറലോ. ആ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട ഓഡിയൻസിലേക്ക് നിങ്ങൾക്ക് റീച്ച് ആവും, ഫോളോവേഴ്സ് കയറാൻ തുടങ്ങും. ക്ലിയർ? സിമ്പിൾ സ്ട്രാറ്റജിയാണ്. പറഞ്ഞോ. അപ്പോൾ ഓഡിയൻസ് ബിൽഡ് ആകും. ഇവരെ ഇനി എന്ത് ചെയ്യണം? എവിടേക്ക് കൊണ്ടുവരണം? നിങ്ങളുടെ വാട്സപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരണം, പ്രൈവറ്റ് ഗ്രൂപ്പിലേക്ക്. അവരെ വിളിച്ചു വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് നിങ്ങൾ സെഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത്, ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത്, കാര്യങ്ങൾ കൊടുക്കുന്നത് അവരെ നർച്ചർ ചെയ്യും. ആൾക്കാർക്ക് എപ്പോഴും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള, ഹെൽപ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം? ഏതൊരു കോച്ചിന്റെയും ട്രെയിനറുടെയും ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ആർ യു റെഡി ഫോർ ദാറ്റ്? ക്യാൻ ഐ ഷെയർ ഇറ്റ്? ഷെയർ ചെയ്യട്ടെ? യെസ് ഓർ നോ? ഒന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ് ആണ്. നിങ്ങൾ വീഡിയോയിൽ വരുമോ? പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. നിങ്ങൾ പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. ഓക്കെ, പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. ഐ വാണ്ട് യു ടു ബി ഹിയർ ഇൻ വീഡിയോ. പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. മാക്സിമം ആൾക്കാർ എൻ്റെ വീഡിയോയിൽ വരും. ഓക്കെ, കാരണം എനിക്കൊരു എക്സൈറ്റ്മെന്റ് ആവട്ടെ. നിങ്ങൾ വീഡിയോയിൽ വരുമ്പോഴാണ് നമുക്കൊരു ത്രില്ലുള്ളത്. യു ആർ സീരിയസ്, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് വരുന്നത്, നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞതിൽ വാല്യുബിൾ ആണോ സെഷൻ? ഈസ് ദി സെഷൻ വാല്യുബിൾ?
എങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണം എന്നുള്ളത് യൂസ്ഫുൾ ആയിരുന്നു, വാല്യുബിൾ ആയിരുന്നു? ആണോ? ശരിക്കും വാല്യുബിൾ ആണോ? വാല്യുബിൾ ആണ് എന്നെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, വാല്യുബിൾ എന്നുള്ളതിന് വി എന്ന് കമന്റ് ചെയ്തോളൂ. ജസ്റ്റ് വി. വെരി യൂസ്ഫുൾ. ഓക്കെ, വെരി ഗുഡ്. So far it's good. Yeah, fantastic. ഇനി ഓഡിയൻസ് ബിൽഡ് ചെയ്ത് വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള പ്രൈവറ്റ് ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ശരിക്കും വാല്യുബിൾ ആയിട്ടുള്ള നല്ല ക്ലാസ് കൊടുക്കും. ഇന്നിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 100% വാല്യൂ, നല്ല വാല്യുബിൾ ആണ്. പല ആളുടെ വാല്യുബിൾ ആയിട്ടുള്ള കോണ്ടന്റ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഗതികൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജി ഇതാണ്: നോ മീ, ലൈക്ക് മീ, ട്രസ്റ്റ് മീ, ദെൻ ഓൺലി ബൈ ഫ്രം മീ. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നർച്ചർ ചെയ്യുക, ദെൻ സെൽ ഇറ്റ്. എന്താണ് നോ മീ? നമ്മൾ വീഡിയോസ് ചെയ്യുന്നതിലൂടെ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് വീഡിയോസ് ചെയ്യുന്നതിലൂടെ ആൾക്കാർ നമ്മളെ കുറിച്ച് അറിയും. സെക്കൻഡ്, നമുക്ക് എന്താണ് അത് കൺസിസ്റ്റന്റ് അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുക. യൂസ്ഫുൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഡെപ്തിൽ ഹെൽപ്പ് ചെയ്യുക, ജെനുവൻലി ഹെൽപ്പ് ചെയ്യുക. സ്വാഭാവികമായിട്ട് അടുത്തതിലേക്ക് പോകുമ്പോൾ എന്താണ്? അതാണ് ആ കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ട്രസ്റ്റ് ബിൽഡ് ആവും. എന്താ പറഞ്ഞത്? നോ മീ, എന്നെ അറിയുക, വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക. ലൈക്ക് മീ, എന്നെ ഇഷ്ടപ്പെടുക, ക്വാളിറ്റി ക്ലാസ്സുകൾ കൊടുക്കുക. അപ്പോൾ അത് തുടർച്ചയായിട്ട് ചെയ്യുക. അതാണ് ട്രസ്റ്റ് മീ. ഡു ദാറ്റ് കൺസിസ്റ്റന്റ്ലി. അപ്പോൾ എന്ത് കിട്ടും? നോ മീ, ലൈക്ക് മീ, ട്രസ്റ്റ് മീ. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഒരു കോഴ്സ് ഓഫർ ചെയ്യുക. അപ്പോൾ അവരത് വാങ്ങും. ഓക്കെ, ഡു യു തിങ്ക് നിങ്ങൾക്ക് ഞാൻ യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതികൾ തന്നു, എന്നെ കൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? ഡു യു ഹാവ് ദാറ്റ് ട്രസ്റ്റ്? യെസ്, യു ഹാവ് ദാറ്റ് ട്രസ്റ്റ്? യാ, ട്രസ്റ്റ് ബിൽഡ് ആയിട്ടുണ്ടോ? യെസ്, ജസ്റ്റ് ലെറ്റ് മീ നോ. ഷാമി മാം പറയുന്നു, എല്ലാവരും ഒന്ന് പറയാമോ? ഡു യു ഹാവ് ദാറ്റ് ട്രസ്റ്റ് ദാറ്റ് ഐ ക്യാൻ ഹെൽപ്പ് യു? യെസ്. ഇനി ഞാൻ എന്താ അടുത്ത് ചെയ്യാൻ പോകുന്നത്? ഐ വിൽ സെൽ യു ദ കോഴ്സ്. സിമ്പിൾ. സെയിം മെത്തേഡ് യു അപ്ലൈ. ഏറ്റവും ബെസ്റ്റ് നോളജ് ഫ്രീ ആയിട്ട് കൊടുക്കണം. ബെസ്റ്റ് സ്ട്രാറ്റജി ഫ്രീ ആയിട്ട് കൊടുക്കണം. ബെസ്റ്റ് നോളജ് ഫ്രീ ആയിട്ട് കൊടുക്കണം ആൾക്കാർ. യു ഷുഡ് ഇംപ്രസ് ദം, യു വിൽ ഹെൽപ്പ് ദം. ഓക്കെ, ആ ഒരു ഏറ്റവും നല്ല നോളജ് കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക, വാല്യൂ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ട്രെയിനർ, ഒരു കോച്ച് എന്ന് പറയുന്നത് അയാളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഒരാളാണ്. അപ്പൊ പണം വാങ്ങുന്നതിന് മുൻപേ അവർക്ക് വാല്യൂ ആഡ് ചെയ്യണം. പണം വാങ്ങിയിട്ടോ അതിലേറെ വാല്യൂ ആഡ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ മെയിൻ പണി എന്ന് പറയുന്നത് പണം വാങ്ങിക്കഴിഞ്ഞാൽ ഇനിയാണ് നമ്മൾ സർവീസിലേക്ക് കടക്കാൻ പോകുന്നത്. വൺസ് യു മേക്ക് മണി, വൺസ് യു ബൈ, അവർ നിങ്ങൾക്ക് പേയ്മെന്റ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ആഡ് വാല്യൂ ടു ദർ ലൈഫ്, ദാറ്റ് ദേ ഷുഡ് ബി സക്സസ്ഫുൾ, നോട്ട് സാറ്റിസ്ഫൈഡ്. അവർ സാറ്റിസ്ഫൈഡ് ആയാൽ പോരാ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പോരാ. എന്താ വേണ്ടത്? കസ്റ്റമർ സക്സസ് വേണം. യു ക്രിയേറ്റ് കസ്റ്റമർ സക്സസ്. സക്സസ് ക്രിയേറ്റ് ചെയ്യണം. ഡു യു വാണ്ട് ടു ബിക്കം successful as a coach? Do you want to become successful as a coach? Yes, just comment on yes. Drop the yes comment if you really want to become as a successful. ആൾക്കാർ വാല്യൂ ചെയ്യുന്ന, ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്നു, നിങ്ങളുടെ ഫാമിലി റെസ്പെക്ട് ചെയ്യുന്നു, നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്നു, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന, ഒരുപാട് പേർക്ക് അവർ സ്ട്രഗിൾ ചെയ്യുന്ന ലൈഫിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള, റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കോച്ചായിട്ട് നിങ്ങൾക്ക് മാറണം. ഫസ്റ്റ് ക്വാളിറ്റി വേണ്ടതെന്നറിയാം. സബ്മിറ്റ്. എഴുതി വെച്ചോ, സബ്മിറ്റ്.
എന്ത് മൈൻഡ് സെറ്റ് ആണ്, എങ്ങനെയായിരിക്കണം എന്നല്ലേ ഷഫീന ചോദിച്ചത്. ഷഫീന, ദ മൈൻഡ് സെറ്റ് ഇസ് ലൈക്ക് യു ഹാവ് ടു ഹാവ് എ സബ്മിഷൻ മൈൻഡ് സെറ്റ്. ക്വസ്റ്റ്യനിങ് ഉണ്ടാവരുത്. സബ്മിറ്റ് ടു യുവർ കോച്ച്, സബ്മിറ്റ് ടു യുവർ മെൻഡർ. നിങ്ങൾക്ക് ഒരു മെൻഡർ ഉണ്ടാകണം, മെൻഡർക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഒരു നല്ലൊരു കോച്ചായി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല കോച്ച് ഉണ്ടാവണം, നിങ്ങൾക്ക് നല്ലൊരു മെൻഡർ ഉണ്ടാവണം, അവർക്ക് സബ്മിറ്റ് ചെയ്യണം. ഒന്ന്. രണ്ടാമത്തെ, സബ്മിറ്റ് ടു യുവർ ഓഡിയൻസ് ഓർ കസ്റ്റമേഴ്സ്. നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യണം. ആൻഡ് സബ്മിറ്റ് ടു ദ പ്രോസസ്. നിങ്ങൾ ചെയ്യുന്ന വർക്കിലേക്ക്, ആ വർക്കിലേക്ക് സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ്, സബ്മിറ്റ് യുവർ സെൽഫ് ടു ദ ബിസിനസ്. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലേക്ക് സബ്മിറ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണിയെടുക്കണം. നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. ഇത് ഞാൻ ഇത്രയും പണിയെടുക്കണല്ലോ, അങ്ങനെ ചെയ്യണല്ലോ, അങ്ങനെ ചെയ്യണല്ലോ, ഓ മൈ ഗോഡ് ഇറ്റ്സ് സോ സ്ട്രെസ്ഫുൾ, ഞാനെന്ത് ചെയ്യുക, എനിക്ക് വയ്യ, ഐ ആം സോ ടയർഡ്, എനിക്കിതെല്ലാം ആലോചിക്കും. നോ, നോ മോർ ക്വസ്റ്റ്യൻസ്. ആഫ്റ്റർ യു ബിക്കം കോച്ച്, പണി കൂടുക ചെയ്യുക. ഇക്കോട്ടെ, കാരണം നിങ്ങൾ ഒരുപാട് ആൾക്കാരുടെ പ്രോബ്ലംസ് ഏറ്റെടുക്കുകയാണ്. പക്ഷെ സിമ്പിളാണ് പണി, സിമ്പിളാണ്, പഠിപ്പിച്ചാൽ മതി, സിമ്പിളാണ്. അവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ മതി. കോച്ചിങ് ഈസ് വെരി സിമ്പിൾ എന്ന് നിങ്ങൾ വിചാരിക്കും. നോട്ട് സിമ്പിൾ. ക്ലയൻസിന് പ്രോബ്ലംസ് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ, ബട്ട് ഇറ്റ്സ് വെരി, മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. നാളെ ഞാനൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1 മന്തിലേക്കാണ്. ഇറ്റ്സ് എ 1 മന്ത് കോച്ചിങ് ചാലഞ്ച് ആണ്. അതിന്റെ കോഴ്സ് ഫീ വരുന്നത്, ആക്ച്വൽ കോഴ്സ് ഫീ, അതിന്റെ വാല്യൂ വരുന്നത് ഏകദേശം 40,000+ മുകളിൽ വാല്യൂ വരുന്ന പ്രോഡക്ട്സ് ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇതിന്റെ ഈ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം ടോട്ടൽ 5 കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യണം. ഓക്കെ, അതിൽ ഒരൊറ്റ കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് 4 കോഴ്സ് അതിന്റെ കൂടെ, 5 കോഴ്സ് അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. ഓക്കെ, 6 കോഴ്സിലേക്ക് നിങ്ങൾക്ക് ആക്സസ് കിട്ടും. ഒരു കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൈൻഡ് പവർ എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. മൈൻഡ് പവറിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 3 ലെവൽ കോഴ്സുകളുണ്ട്. അതാണ് 3 കോഴ്സ്. ഫസ്റ്റ് ബേസിക് കോഴ്സ്, ദെൻ അതിൽ അഡ്വാൻസ് കോഴ്സ്, ദെൻ അതിൽ ഹയർ അഡ്വാൻസ് കോഴ്സ്. 3 ലെവൽ. നിങ്ങളുടെ ലൈഫ്, പേഴ്സണൽ ലൈഫ് ശരിക്കും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ് എടുക്കാനുള്ള കോണ്ടന്റും അതിൽ കിട്ടും. നിങ്ങൾക്ക് ഒരു മൈൻഡ് പവർ ട്രെയിനറായിട്ട് മാറാൻ പറ്റും. ഇക്കോട്ടെ, നിങ്ങൾ പഠിപ്പിക്കുന്ന ഏത് കോഴ്സ് ആയിക്കോട്ടെ, അതിലേക്ക് മൈൻഡ് പവർ എന്ന് പറയുന്ന വിഷയം എടുത്തിട്ട് എന്ത് പഠിപ്പിക്കാൻ പറ്റും. സോ മൈൻഡ് പവർ കോഴ്സ് വിച്ച് ഇസ് അബ്സല്യൂട്ട്ലി ഫ്രീ. 3 കോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബീറ്റ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ടൈം മാനേജ്മെന്റ് കോഴ്സ് ഉണ്ട്. അത് ഫ്രീ ആണ്. ഓക്കെ, 4ാമത്തെ കോഴ്സ്. അടുത്തൊരു കോഴ്സാണ് എന്ന് വെച്ചാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഹൗ ടു ഫൈൻഡ് യുവർ പാഷൻ എന്ന് പറയുന്ന കോഴ്സ്. ആ കോഴ്സ് ഫ്രീ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് കോഴ്സ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് കാണിച്ചു തരാം. ആൾറെഡി ക്യാൻ ഐ ഷോ യു അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് അതിൽ എന്താണ് പഠിപ്പിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് okay, just I will guide you. 1 minute. Let me just show you what's happening inside the course. ഒരു മാസത്തേക്കുള്ള ചലഞ്ചാണ്. ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യാം, യു ബിക്കം എ ക്ലിയർ ക്ലാരിറ്റി ഉള്ള നിങ്ങൾ കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് സെല് ചെയ്ത് തുടങ്ങണം. ദാറ്റ് ഇസ് മൈ ചാലഞ്ച്. ഐ വാണ്ട് ടു സ്റ്റാർട്ട് സെല്ലിംഗ് വിത്തിൻ 1 മന്ത്. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഇറങ്ങി റെഡി ആയിട്ട് വരണം. റെഡിയാണോ? ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യാം, അതിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് ആ ചാലഞ്ചിലേക്ക്. നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സിൽ, ഈ ഒരു പ്രോഗ്രാമിൽ ചെയ്യുക വെച്ചാൽ, 1 സ്റ്റെപ്പ് 1 നിങ്ങളുടെ നിഷ് കറക്റ്റായിട്ട് ക്ലിയർ ആക്കുക. ഇപ്പം നമ്മളെന്ത് വെച്ചാൽ പല ടോപ്പിക്സുകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നിഷ് ക്ലിയർ ചെയ്തിട്ടില്ല. നമ്മൾ ഈ കോഴ്സിൽ എന്ത് ചെയ്യും, എന്താണ് നിങ്ങളുടെ ഏത് ടോപ്പിക്കിലാണ് പഠിപ്പിക്കേണ്ടത്, നിങ്ങളുടെ കസ്റ്റമർ ആരാണ്, അത് ഡിഫൈൻ ചെയ്യും. ഓക്കെ, what struggles you have overcome and what topic do people keep asking you, നിങ്ങളിലേക്ക് എന്തുകൊണ്ട് ആൾക്കാർ പറയുന്നത്, ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യും ഇൻ ഡെപ്ത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്താ വരുന്നത്, നിങ്ങളുടെ ഒരു ട്രൈബ് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം, കമ്മ്യൂണിറ്റി. നിങ്ങൾക്ക് ഫോളോവേഴ്സ് അല്ല വേണ്ടത്, കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യണം. ആ ബിൽഡ് ചെയ്യുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളത് പഠിപ്പിക്കും. വാട്സപ്പിൽ എങ്ങനെയാണ്, ടെലിഗ്രാമിൽ എങ്ങനെയാണ് ഇത് സെല് ചെയ്യുക, അവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, എക്സാക്ട്ലി അതിൻ്റെ സ്ട്രാറ്റജി പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മളെന്ന് വെച്ചാൽ ഒരു കോഴ്സ് നമ്മൾ സെല് ചെയ്യുന്ന കോഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി സെൽ ടു അതർ പീപ്പിൾ. ഇതെന്ത് ചെയ്യും, മറ്റുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും, റെഫർ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വാല്യുബിൾ ആയിട്ടുള്ള കോഴ്സായിട്ട് നമ്മളിതെങ്ങനെ കൂടുതൽ റെഫറൻസ് കിട്ടുന്ന രൂപത്തിലേക്ക്, കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യുന്ന രൂപത്തിലേക്ക് അതിനെ സെറ്റ് ചെയ്യാൻ പറ്റും.
അടുത്തത് നിങ്ങൾക്ക് എങ്ങനെ സെല്ല് ചെയ്യാം, വെബിനാർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കോഴ്സ് എങ്ങനെയാണ് സെല്ല് ചെയ്യുക, ഇത് എക്സാക്ട്ലി നമ്മൾ എന്ത് ചെയ്യും, പഠിപ്പിക്കും. ഇതിന് പുറമെ നമ്മൾ എന്താ വെച്ചാൽ ഈ കോച്ചിങ്ങിൽ ഇത് ഇൻഡെപ്തിൽ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചതിന് പുറമെ നിങ്ങളുടെ കോഴ്സ് ആസ് എ കോച്ച് നിങ്ങൾ പഠിക്കേണ്ട കുറേ ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് എക്സാക്ട്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾ ഇൻഡെപ്തിൽ ഒരു കോഴ്സ് മൊഡ്യൂളായിട്ട് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് കോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെംപ്ലേറ്റ്സ് നമ്മൾ തരും. ആ ടെംപ്ലേറ്റ്സിൽ നിങ്ങൾ ഫില്ല് ചെയ്ത് പോയാൽ മതി. ഇന്ന് തന്നെ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് തന്നില്ലേ, അത് ആ ടെംപ്ലേറ്റ്സിന്റെ വേറൊരു ഫോർമാറ്റാണ്. നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരുന്നോ? യെസ് ഓർ നോ? യെസ്, ഹെൽപ്ഫുൾ ആയിരുന്നോ? ഇത്രയും സെഷൻ കേട്ടപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ കോച്ചിങ് ഈസ് നോട്ട് ദാറ്റ് സിമ്പിൾ. ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലേ? ഞാൻ ആ ക്വസ്റ്റ്യൻസ് തന്ന ഹെൽപ്ഫുൾ അല്ലേ? നല്ല ഹെൽപ്ഫുൾ ആണ്. കാരണം അതിലൊരു ക്ലാരിറ്റി കിട്ടും. അതിന് നിങ്ങൾ ഉത്തരം എഴുതി നോക്കും, നിങ്ങളുടെ മാപ്പ് ക്ലിയർ ആയി. എന്നതുപോലെ നിങ്ങൾക്കൊരു 10-30 ടെംപ്ലേറ്റ്സ് നമ്മൾ തരും. ഈ ടെംപ്ലേറ്റ്സുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോസസ്സ് ജസ്റ്റ് ഇങ്ങനെ എഴുതി പോയാൽ മതി. എല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഞാനായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ബെറ്റർ ആക്കി ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ടെംപ്ലേറ്റ്സുകളാണ്. ഈ ടെംപ്ലേറ്റ്സുകൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കൊടുത്താൽ മതി. ഇനി ഇതിന് പുറമെ നമ്മൾ ഇതിലൊരു ടൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഒരു AI ടൂൾ ഉണ്ട്. വിത്തിൻ 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാം. 1 മിനിറ്റ്. നിങ്ങളുടെ നേരത്തെ ഇവിടെ ഷക്കീർ പറഞ്ഞു ഒരുപാട് സമയം എടുക്കുന്നു പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാം. AI ടൂളുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, വിത്തിൻ മിനിറ്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രസന്റേഷൻ ക്രിയേറ്റ്. 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 60ഓളം പ്രസന്റേഷൻ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. സിമ്പിളാണ്. അത്രയ്ക്കും അതിനുള്ള ടൂളുകളും സംഗതികളുണ്ട്. ഇത് ആണ് ഷംനി പറയുന്നത്, സാർ ഞാൻ ഇപ്പോൾ അബാക്കസ് ടീച്ചറാണ്, ഇതിൽ തന്നെ വലിയ ടാർഗറ്റ് എത്താൻ കഴിയും. തീർച്ചയായിട്ടും വലിയ ടാർഗറ്റ് എത്താൻ പറ്റും. അതിന് നമ്മൾ സ്ട്രാറ്റജി ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഹെൽപ്പ് യു ഫർദർ. നിങ്ങൾ എന്ത് ചെയ്യുക, ഫർദർ ലെവലിൽ എനിക്ക് നിങ്ങളായിട്ട് 1-to-1 ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ 2 1-to-1 നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. നല്ല സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്രയാണോ റിക്വയർഡ് ആവുന്ന 1-to-1 അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. നോ ഇഷ്യൂ. പിന്നെ നിങ്ങൾ വൺസ് നിങ്ങളുടെ മെമ്പർ ആയി കഴിഞ്ഞാൽ യു ബിക്കം ദിസ്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഈ കോഴ്സിന്റെ ആക്സസ് എന്ന് പറയുന്നത് വെറും 4,999 രൂപയ്ക്ക് നമ്മൾ ഈ കോഴ്സ് കൊടുക്കുന്നു. ഇതിൽ എത്ര സംഗതികൾ വരുന്നുണ്ട്? മൈൻഡ് പവറിന്റെ ബേസിക് വരുന്നുണ്ട്, ഇൻസ്പയറിംഗ് സെയിൽസ്മാൻ എന്ന് പറയുന്ന കോഴ്സ് വരുന്നുണ്ട്, സെല് ചെയ്യാം എന്നുള്ളതിന്റെ കോഴ്സ്, നോ യുവർ വൈ നിങ്ങളുടെ പാഷൻ കണ്ടെത്താം, എങ്ങനെ നിഷ അവർ പാഷൻ കണ്ടെത്താം, ബി പ്രൊക്കാസ്റ്റിനേഷൻ, ഈ 4 കോഴ്സ്, മൈൻഡ് പവറിന്റെ 3 ലെവല്, ദെൻ ഈ 3 കോഴ്സ്, 6 കോഴ്സ് നമ്മൾ അഡീഷണലി കൊടുക്കുന്നു ഫ്രീ ആയിട്ട്. ഇതിന് പുറമെയാണ് നമ്മളുടെ ഈ ഒരു കോഴ്സ് ഉള്ളത്, ഹൗ ടു ബിക്കം എ കോച്ച്. ഈ 4 കോഴ്സും അല്ലെങ്കിൽ മൈൻഡ് പവറിന്റെ 3 കോഴ്സും, ഇൻസ്പയറിംഗ് സെയിൽസ്മാൻ, നോ യുവർ വൈ, ബി പ്രൊക്കാസ്റ്റിനേഷൻ, ഇത്രയും കോഴ്സുകൾ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അത്രയും കണ്ടന്റ് റിച്ച് ആയി മാറുന്നു. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കും എടുക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. സോ അത്രയും ഇതായിട്ടുള്ള ഒരു സംഗതിയിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ജോയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഈ ഒരു പേയ്മെന്റ് അടയ്ക്കുക. നാളെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 4,999 രൂപയാണ് കോഴ്സിന്റെ ഫീ വരുന്നത്. പ്രോഗ്രാമിലേക്ക് വരിക, വിൽ ക്രിയേറ്റ് എ കോച്ച് ദാറ്റ് സെൽ ഇറ്റ്സെൽഫ്. ഫ്രീ ആയിട്ട് കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്തു പോകരുത്. ഐ ആം ടെല്ലിങ് യു, നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് വരിക എന്നുള്ളതല്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പേയ്മെന്റ് അടയ്ക്കാനുള്ള ഗൂഗിൾ പേ നമ്പർ ഉണ്ട്. ആ ഗൂഗിൾ പേ നമ്പർ ഇതാണ്, 8086007775 എന്ന് പറയുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് അയക്കാം. ശരത് അതൊരു പ്രോപ്പർ മെസ്സേജ് ആയിട്ട് ഇടും. ഓക്കെ, ഡോണ്ട് ജസ്റ്റ് പുട്ട് ഇറ്റ് ലൈക്ക് ദാറ്റ്, ജസ്റ്റ് ഡു ഇറ്റ് ആസ് എ പ്രോപ്പർ മെസ്സേജ്. ഓക്കെ, നമ്മുടെ CBM എന്നാണ് കോച്ചിങ്ങിന്റെ പ്രോഗ്രാമിന്റെ പേര്, കോച്ചിങ് ബിസിനസ് മോഡൽ. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതാണ് നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് വരിക. കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് സെല് ചെയ്യാനുള്ള എല്ലാ സ്ട്രാറ്റജിയും നമ്മൾ അതിൽ പഠിപ്പിക്കും. യു ബിക്കം എ കോച്ച് വിത്തിൻ 1 month. ചെറിയ എമൗണ്ടേ ഉള്ളൂ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന ഇതിലേക്ക് നിങ്ങൾക്ക് അതിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ശരത്, ഇത് പേഴ്സണൽ നമ്പറാണ്, പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട്, ഇതല്ല ഇടേണ്ടത്, കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇടൂ പ്ലീസ്. ഓക്കെ, നോട്ട് ദിസ് അക്കൗണ്ട്, ദിസ് ഈസ് മൈ പേഴ്സണൽ, ഡോണ്ട് പ്രൊവൈഡ് ദിസ് പേഴ്സണൽ അക്കൗണ്ട്. ഓക്കെ, ജസ്റ്റ് ഡു ഇറ്റ് പ്രോപ്പർലി. ഡ്യൂറേഷൻ 1 month ആണ്, 1 month ചലഞ്ച് ആണ്. അത് കഴിഞ്ഞ ലൈഫ് ടൈം മെമ്പർഷിപ്പ് ആണ്. നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ലൈഫ് ടൈം ആണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കോഴ്സ് നമ്മൾ ചലഞ്ച് ഡ്യൂറേഷൻ വരുന്നത് 1 month. ഈ 1 monthനുള്ളിൽ 4 സെഷൻസ് നിങ്ങൾക്ക് എടുത്തരും, പ്ലസ് നിങ്ങൾക്ക് അഡീഷണൽ സെഷൻസ് ഒക്കെ വരും. പിന്നെ ആ സെഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. ആൻഡ് യു ക്യാൻ റിപ്പീറ്റ് ഓൾ ദ ടൈം. നമ്മുടെ ഈ ഒരു
കോഴ്സ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലൈഫ് ടൈം മെമ്പർഷിപ്പ് ആയതുകൊണ്ട് ഓരോ ബാച്ച് വരുമ്പോഴും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? ഓരോ ബാച്ച് വരുമ്പോഴും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു പേയ്മെന്റിൽ നമ്മൾ ചെയ്യുന്ന ഈ 1-to-1 അടക്കിയുള്ള സംഗതികൾ അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ളത് 1 മന്തിലേക്കാണ് ചലഞ്ച്. 1 മന്തിനുള്ളിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നമുക്ക് വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു വിൽ ബി സ്റ്റാർട്ടിങ് യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റഗ്രാം പേജ് ആൻഡ് ഫേസ്ബുക്ക് പേജ് നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രം. രണ്ടാമത്തത്, ഈ ചലഞ്ചിൽ നിങ്ങൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് എങ്ങനെ വീഡിയോസ് ചെയ്യാം, എന്നിട്ട് ഇവരെങ്ങനെ സെർവ് ചെയ്യാം എന്നുള്ളതിന്റെ ആ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കും. ആ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ട് എക്സാക്ട്ലി കോണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യും, ക്യൂറേറ്റ് ചെയ്തിട്ട് ആ കോണ്ടന്റ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങൾ ഫ്ലുവൻ്റ് ആയിട്ട്, കേപ്പബിൾ ആയിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട്, പ്രസന്റബിൾ ആയിട്ടുള്ള ഒരാളായിട്ട് മാറും. അടുത്തത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അടുത്ത നിങ്ങളുടെ ടോപ്പിക്സ് കറക്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ ബേസ് ചെയ്ത് എങ്ങനെ പ്രസന്റേഷൻസ് ഉണ്ടാക്കാം. ഈ പ്രസന്റേഷൻസ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഈ വരുന്ന കോഴ്സിൽ നമ്മൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കോഴ്സ് ഇവർക്ക് സെല്ല് ചെയ്യുക. അപ്പൊ അതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം, എസ്പെഷ്യലി മെറ്റാ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെഷനും അല്ലെങ്കിൽ അതിന്റെ ഡിസ്കഷൻസും ഉണ്ടാകും. മെറ്റാ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യും, എന്നിട്ട് എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാക്സിമം ആൾക്കാരെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. എന്നിട്ട് എത്തിച്ച സ്റ്റുഡൻസിന് എങ്ങനെയാണ് നിങ്ങൾ സെല്ല് ചെയ്യാൻ പോകുന്നത്, ആ സെല്ല് ചെയ്യേണ്ടതിന്റെ മെത്തേഡ്സ്, സംഗതികൾ, കാര്യങ്ങൾ എക്സാക്ട്ലി എന്ത് ചെയ്യും, നിങ്ങളെ പഠിപ്പിക്കും. അത് കഴിഞ്ഞതിന് ശേഷം കോഴ്സ് എൻറോൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് എങ്ങനെയാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്, ആ കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന രീതി എന്താണ്, അതിൽ ആദ്യം പഠിപ്പിക്കേണ്ടത് എന്താണ്, പിന്നെ പഠിപ്പിക്കേണ്ടത് എന്താണ്, എങ്ങനെയാണ് സർവീസ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ്, എന്തൊക്കെ ചലഞ്ചസ് ആണ് അവർക്ക് ഉണ്ടാവുക. സോ ഇതിനെ ഇൻ ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയൻസ് സക്സസ് ആവുക എന്നുള്ളത് ഒരു ഓപ്ഷനേ അല്ല, അവർക്ക് അത് ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് അത് മാറും. ആ ലെവലിലേക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അടുത്തത്, നിങ്ങൾക്ക് റെഫറൻസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സാലറിയും കൊടുക്കാതെ എങ്ങനെ നിങ്ങൾക്ക് ടീം മെമ്പേഴ്സിനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതും കൂടെ നമ്മൾ പഠിപ്പിച്ചു തരും. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കണ്ടിന്യൂസ്ലി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിന്റെ ഫൈനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാം. ആൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ കോഴ്സ്. ജസ്റ്റ് കം ആൻഡ് ജോയിൻ വിത്ത് മീ റൈറ്റ് നൗ. ക്ലാസ് ടൈമിംഗ് വരുന്നത് ഈവനിങ്ങിലാണ്. ഈവനിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ മാറ്റി വെക്കണം. ദിസ് ഇസ് എ വെരി സീരിയസ് ക്ലാസ്. ആ 2 മണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ മതി. 3 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും അത് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ലൈവായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ കൂടെ ലൈവായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ തിയറി പറഞ്ഞു പോകല്ലോ ചെയ്യുക. വി വിൽ ക്രിയേറ്റ് തിങ്സ് ലൈവ്. ഓക്കെ, വീഡിയോ സംഗതികൾ ഷൂട്ട് ചെയ്യുന്നത് വരെ നിങ്ങൾ ലൈവായിട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരെ ഉണ്ടാവും. ഓക്കെ, സോ ഇറ്റ് വിൽ ബി വെരി എൻഗേജിങ് ആൻഡ് റിയലി പ്രാക്ടിക്കൽ കോഴ്സ്. ഓക്കെ, 7:30 ആയിരിക്കും. 1 മന്ത് ഡ്യൂറേഷൻ ആണ് പ്രോഗ്രാമിലേക്ക് വരിക. 4 സെഷൻസ്, ആഴ്ചയിൽ ഒരു ദിവസം ലൈവ് സെഷൻ ഉണ്ടാവും, പുറമെ ഡിസ്കഷൻ സെഷൻ ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ക്ലാസ്സസ് ഉണ്ടാവും. ക്ലിയർ ആണോ? നാളെയാണ് ഫസ്റ്റ് ക്ലാസ് ആരംഭിക്കുന്നത്. 1 മന്ത് ചലഞ്ച് ആണ്. ആഴ്ചയിൽ 2 സെഷൻസ് ആണ് ഉണ്ടാവുക. അതിൽ ഒരു സെഷൻ എന്തായിരിക്കും, ക്ലാസ് ആയിരിക്കും. മറ്റേ സെഷൻ എന്തായിരിക്കും, ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിരിക്കും, കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള. ക്ലിയർ ആണോ? അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ഉടൻ തന്നെ ജോയിൻ ചെയ്യാം. ഇനി വൈകിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രോഗ്രാം എത്ര പേർക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്? കോഴ്സ് ഫീ പറഞ്ഞു. കോഴ്സ് ഫീ വെറും 4,999 രൂപയാണ് കോഴ്സ് ഫീ വരുന്നത്. പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുക, ഇമ്മീഡിയറ്റ് രജിസ്റ്റർ ചെയ്യുക. നമ്മൾ ഈ പ്രോഗ്രാം ആക്ച്വലി നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് 12,000 റുപ്പീസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമാണ്. ഈ ഒരു ബാച്ച് ലോഞ്ച് ചെയ്ത് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാം. ഇതൊരു എമൗണ്ടേ അല്ല കേട്ടോ. 4,999 രൂപ എന്ന് പറയുന്ന എമൗണ്ടേ അല്ല. ചോദിച്ചോളൂ ഷംനി മാം. ആക്ച്വലി ആഴ്ചയിൽ 7 ദിവസം എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആണോ, അല്ല ഈ പറയുന്ന 2 ദിവസം മാത്രം തന്നെ ഉണ്ടാവുക? 2 ദിവസം ബാക്കി നിങ്ങൾക്ക് ദിവസം എനിക്ക് ക്ലാസ് ഉണ്ടാകും. ബാക്കിയുള്ള ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആ ചലഞ്ച് പൂർത്തിയാക്കണം. അതിൽ ഒരു ദിവസം ക്ലാസ് 7 ഡേയ്സിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പൂർത്തിയാക്കണം. അപ്പൊ അതിന്റെ ഒരു ഫോളോ അപ്പ് ഡിസ്കഷൻ ആണ് എന്ത് ചെയ്യുക, അടുത്ത ഒരു ഡിസ്കഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. ക്ലിയർ ആണോ? നിങ്ങൾ ചലഞ്ച് ക്ലിയർ ചെയ്യുക. ലൈവ് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെന്ന് വെച്ചാൽ സെക്കൻഡ് ഡേയിൽ നമ്മൾ വരുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. അതിന്റെ ചലഞ്ച് എന്ത് ചെയ്യും, 1 വീക്കിനുള്ളിൽ നിങ്ങൾ പൂർത്തിയാക്കും. ഓക്കെ, ഹൈലി എൻഗേജിങ് ആയിട്ടുള്ള പേയ്മെന്റ് പറഞ്ഞോളൂ. പേയ്മെന്റ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, അല്ല എങ്ങനെയാണ്? ഇല്ല, നമുക്ക് അതിൽ ഓപ്ഷൻ ഇല്ല. കാരണം നിങ്ങൾ അങ്ങനെ
ചോദിക്കരുത്, ബിക്കോസ് ഓൾറെഡി നമ്മുടെ ഈ ഒരു കോഴ്സ്, നമ്മുടെ ഇതിന്റെ ഹയർ എൻഡ് കോഴ്സ് എത്രയാണെന്ന് സെല് ചെയ്യുന്നത് 1.5 lakh 60 lakhനാണ്. 1.5 ലക്ഷത്തിന് സെല് ചെയ്യുന്ന ഒരു കോഴ്സ് ഉണ്ട് നമുക്ക്, കോച്ചിങ്. ഓക്കെ, അത് ഓൾറെഡി നമുക്ക് റൺ ചെയ്യുന്ന ഒരു കോച്ചിങ് സംഗതി ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക കോഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ പ്രീമിയം. അപ്പൊ അതിലും അത്രയും വാല്യൂ ഉള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോഴ്സ് ഡിസൈൻ, ഷോർട്ട് ഡിസൈൻ, ഒരുപാട് കോച്ചുമാരാവാൻ താല്പര്യമുള്ളവരുണ്ട്. അവര് വന്ന് 1-2 കോഴ്സൊക്കെ വിറ്റ് അവർക്കൊരു വരുമാനം ആയി കഴിഞ്ഞാൽ ദേ ക്യാൻ ഗോ ഫോർ ഹയർ ടിക്കറ്റ് സെയിൽസ് പ്രോഗ്രാം. ഹയർ ലെവലിലേക്ക് പോകാനും വലിയൊരു ലെവലിലേക്ക് എത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്ന സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ആൾക്കാർ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ, ബട്ട് നൗ വി ഡോണ്ട് ഹാവ് ദാറ്റ് ഓപ്ഷൻ. ബട്ട് ജോയിൻ, ഓക്കെ, ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്തോളൂ. അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട മാം. നിങ്ങളുടെ നമ്പർ ഒന്ന് താഴെ കമന്റ് ചെയ്തോളൂ, നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇഫ് യു ആർ സ്ട്രഗ്ലിംഗ് പേയ്മെന്റിൽ ആർക്കെങ്കിലും ഇതേപോലെ സ്ട്രഗിൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് പ്രൊവൈഡ് യുവർ നമ്പർ എന്ത് ചെയ്യുക മാം, എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഈ 1 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫർദർ കോഴ്സ് ഉണ്ടാകുമോ? ഓക്കെ, ഈ 1 മന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത ഓരോ ബാച്ച് വരുമ്പോഴും നിങ്ങൾക്ക് ഇതേ ഫീസിൽ, ഇപ്പൊ അടച്ച ഈ ഫീസിൽ തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാം, വേറെ പേയ്മെന്റ് അടക്കണ്ട. ക്ലിയർ ആണോ? ദാറ്റ്സ് വൈ ഐ സെഡ് ലൈഫ് ടൈം മെമ്പർഷിപ്പ്. വേറെ പേയ്മെന്റ് നിങ്ങൾ അടക്കണ്ട, ജസ്റ്റ് ബി പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി. യു ക്യാൻ. അപ്പൊ നിങ്ങളിപ്പോ ഈ മാസം പഠിക്കാൻ പറ്റിയില്ല, അടുത്ത മാസം പഠിക്കാം. ഓക്കെ, പക്ഷെ ഈ പേയ്മെന്റ് ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ അടുത്ത മാസം വരുമ്പോൾ, അടുത്ത പുതിയ ബാച്ച് വരുമ്പോൾ പേയ്മെന്റ് ഇൻക്രീസ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ കിട്ടുന്ന ഓഫർ ഗ്രാബ് ചെയ്തോളൂ. ഇതിന്റെ ഒരു പേയ്മെന്റ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്താൻ പോകുന്നത് 12,000 rupees ആണ്, 12,500 ആണ്. അപ്പൊ ആ ഒരു പേയ്മെന്റ് ഉള്ളതാണ് നിങ്ങൾക്ക് ഇപ്പം 4,999 കിട്ടുന്നത്. ദിസ് ആൻ ഓഫർ, ഫസ്റ്റ് ബാച്ച് ആണ്. ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് ലഭിക്കുന്ന ഓഫറാണ്. ക്ലിയർ ആണോ? കം ആൻഡ് ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി റൈറ്റ് നൗ. ഇൻ ഫ്യൂച്ചർ ഇറ്റ് വിൽ ഇൻക്രീസ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. ഓൾറെഡി നമ്മൾ ഏത് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓഫർ ലോഞ്ച് കൊടുക്കാറുണ്ട്, ഐ മീൻ ലോഞ്ചിങ് ഓഫർ കൊടുക്കാറുണ്ട്. ആ ഓഫറാണ് ഇനീഷ്യലി മാക്സിമം ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് പെട്ടെന്ന് വരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. ടേക്ക് ദിസ് ഓഫർ, ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി, കം ആൻഡ് ജോയിൻ വിത്ത് us. ക്ലിയർ? പിന്നെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ടീം മെമ്പേഴ്സിനെ ചോദിച്ചിട്ടുണ്ട്, 4,990 രൂപയ്ക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് എത്രയോ കാലമാണ്. വൈ യു ആർ ഡൂയിങ് ഇറ്റ്? ആൻഡ് എസ്പെഷ്യലി യു ആർ ഡൂയിങ് ദിസ് ടു മേക്ക് മണി. മറ്റുള്ള ആൾക്കാരെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന പരിപാടിയാണ്, എന്തുകൊണ്ട് പിന്നെ ഇത്രയും ചെറിയ എമൗണ്ടിൽ കൊടുക്കുന്നു? ഞാൻ പറഞ്ഞു വെച്ചാൽ, വി നീഡ് ടു ബിൽഡ് കമ്മ്യൂണിറ്റി സോ ഫാസ്റ്റ്. കമ്മ്യൂണിറ്റിയെ പെട്ടെന്ന് ബിൽഡ് ചെയ്യണം. ദാറ്റ്സ് വൈ വി ആർ ഗിവിംഗ് ദിസ് ഓഫർ. ആൻഡ് ദിസ് ഈസ് ആൻ ഓഫർ, ദിസ് ഈസ് നോട്ട് ദ പ്രൈസ്. പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് 12,000 rupees. ഹൈ ടിക്കറ്റ് എത്തിക്കാൻ പഠിപ്പിക്കുന്ന ഈ കോഴ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട്, ഹൈ ടിക്കറ്റ് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, ഈ കോഴ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന ഹൈ ടിക്കറ്റിൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് സർവീസാണ്. നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, 1-to-1 സർവീസ് ആണ് മാക്സിമം. പ്ലസ് നിങ്ങളുടെ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എനി പ്രോബ്ലത്തിന് നമ്മൾ കൂടെ ഉണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ഹൈ ടിക്കറ്റ് കോഴ്സ്. അൺലിമിറ്റഡ് നിങ്ങൾ ചിലപ്പം മെന്റലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, 1-to-1 ഞാൻ അവൈലബിൾ ആയിരിക്കും. ഹൈ ടിക്കറ്റ് എന്ന് പറയുന്നത് യു വിൽ ബി ട്രീറ്റഡ് ആസ് എ VIP മെമ്പർ. യു വിൽ ഗെറ്റ് ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് സപ്പോർട്ട്. മനസ്സിലാകുന്നുണ്ട്? അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ടേക്ക് കെയർ ചെയ്തിട്ട് പോകുന്നതാണ്. അത് ദാറ്റ് വിൽ ബി ലൈക്ക് ടോട്ടലി ഡിഫറെൻറ്റ്. അത് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമ്മളെന്ന് വെച്ചാൽ ബേസിക് സ്കിൽസ് പഠിപ്പിക്കുക. ആസ് എ കോച്ച് നിങ്ങൾക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾക്ക് സെറ്റ് ചെയ്യണം. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം, നിങ്ങൾക്ക് കോഴ്സ് ക്രിയേറ്റ് ചെയ്യണം, കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യാനുള്ള കോണ്ടന്റ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യും. യു ക്യാൻ സ്റ്റാർട്ട് യുവർ കോഴ്സ്, യു ക്യാൻ ബിക്കം, നിങ്ങൾക്ക് സെല് ചെയ്യാനും പഠിക്കാം. പക്ഷെ അതെന്ന് പറയുന്നത് വി വിൽ ആക്ച്വലി ഒരു കോച്ചിങ് ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ ഒരുപാട് കൺസേൺസ് പിന്നീട് വരാനുണ്ട് ഫ്യൂച്ചറിൽ. ഓൾറെഡി സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ബിക്കം എ സക്സസ്ഫുൾ ബ്രാൻഡ്. ഇത് ബ്രാൻഡ് ആവുന്നതിന്റെ തുടക്കമാണ്, അത് ബ്രാൻഡ് ആക്കി തരും. ദാറ്റ്സ് എ ഡിഫറൻസ്. ക്ലിയർ ആണോ? അപ്പോൾ ഹൈ ടിക്കറ്റ് കോഴ്സിലേക്ക് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് വരാം. ഇഫ് യു ആർ ദാറ്റ് മച്ച് കേപ്പബിൾ ആൻഡ് ഇഫ് യു വാണ്ട് ടു ടേക്ക് ഹൈ ടിക്കറ്റ് കോഴ്സ്, യു ക്യാൻ ഓൾസോ കം ടു ദാറ്റ്, വി ക്യാൻ ടോക്ക്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് സ്കീം ഉണ്ട്. 1,60,000 ആണ് അതിന്റെ പേയ്മെന്റ്. അത് വന്നിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 3 to 6 months നിങ്ങൾ യു വിൽ ബി സെല്ലിംഗ് പ്രീമിയം ലെവൽ കോഴ്സ്, വിൽ ബി കമ്മിങ് വേറൊരു ലെവൽ സ്റ്റേജിലേക്ക് നിങ്ങൾ പെട്ടെന്ന് പോകും. യു വിൽ ബി ഹാവിംഗ് വെബ്സൈറ്റ്, നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടാകും,
You'll be having premium photo shoot, premium level video shoots, premium level, everything goes, it becomes so premium. Positioning a different day. Clear ആണോ? ഇതാ ബ്രാൻഡ് ആവുന്നതിന്റെ തുടക്കമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, പ്രോഗ്രാമിലേക്ക് വരിക. നമ്മുടെ ടീം GPay നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾറെഡി ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊന്ന് പറയാമോ? ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് ലെറ്റ് മീ നോ. ഓക്കെ, ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഐ എം റെഡി ടു ഷെയർ. ടീം ബിൽഡിംഗ് ഇതിലുണ്ടാകും. ഈ ടീം ബിൽഡിങ്ങിന്റെ സ്ട്രാറ്റജീസ് നമ്മൾ പറഞ്ഞു തരും കേട്ടോ, അതിൽ പഠിപ്പിക്കാം, നോ ഇഷ്യൂ. ടീം ബിൽഡിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് സംഗതി. ഓക്കെ, ഷാമിനി, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്, താങ്ക് യു സോ മച്ച്, കൺഗ്രാറ്റുലേഷൻ മാം. ഉത്സരുദ്ദീൻ, വുഡ് യു ലൈക്ക് ടു ജോയിൻ? ജസ്റ്റ് ലെറ്റ് മീ നോ. ആൻഡ് ഈ മന്ത് കോഴ്സ് കഴിഞ്ഞ വെബിനാറിലും ഇതേപോലെ നമുക്ക് 2 ആൾക്കാർ നമ്മൾ ഓൾറെഡി പ്രീമിയം മെമ്പർഷിപ്പ് എടുത്തു. അതിൽ ആ മെമ്പർഷിപ്പ് എടുത്തതോട് കൂടിയിട്ട് അവരുടെ മീറ്റിംഗ് ആണ് ഇനി 11-ാം തീയതി നടക്കാനുണ്ട്. ആൻഡ് സോ ഹി വിൽ ബി ടേക്കിംഗ് ദാറ്റ്. ഇൻട്രസ്റ്റഡ് ബബിത് റോയ്, ഓക്കെ മാം. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ നൽകുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് ഹൗ ക്യാൻ വി കോൺടാക്ട്, ജസ്റ്റ് ലെറ്റ് മീ നോ. ഓക്കെ, നമ്മുടെ ഈ പേയ്മെന്റ് അടച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് അയക്കുക. അതായത് 8086880775 എന്ന് പറയുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, അയക്കുക. ഗൂഗിൾ പേ ചെയ്യുക. ഗൂഗിൾ പേ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പേയ്മെന്റ് അടച്ചതിന് ശേഷം, ദിസ് ഈസ് നമ്പർ, പേയ്മെന്റ് അടച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ അതിന്റെ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക, സെയിം നമ്പറിലേക്ക് എന്ത് ചെയ്യുക, അയക്കുക. ഓക്കെ, വെരി ഗുഡ് ബബിത് മാം, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. വിച്ച് വൺ യു പ്രിഫർ, ഹൈ ടിക്കറ്റ് ആണോ ഈ നോർമൽ കോഴ്സ് ആണോ? ബബിത് റോയ്, ജസ്റ്റ് ടെൽ മീ. Can we have a one-on-one whenever you are available? I have something to discuss. Ulsruddin, yes, we can. Normal, okay, fine. Thank you. So, Ulsruddin, we can discuss. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ നമ്പറിൽ, ഈ സെയിം നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കോൾ ചെയ്തോളൂ. ഓക്കെ, you can contact me on the same number on WhatsApp and call me and we can have a discussion. I will send you a message. Okay. And that is my number. Okay, very good. Is there any questions? നിങ്ങൾക്ക് എന്തെങ്കിലും questions ഉണ്ടോ? Any questions? Yes, I sent you personally. Personally, and a personal number I should have. This is like my public number, but I sent you personal number. Okay, we can have a discussion. Dr. Shiba, what do you think? ഞാനൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ നിങ്ങളോട്. ഇനി ഇവിടെ ഇത്രയും നേരം നിന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, കുറച്ച് സംഗതികൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാം. സോ ഐ വിൽ ലവ് ടു നോ മോർ അബൌട്ട്, ബിക്കോസ് നിങ്ങളെല്ലാവരും സീരിയസ് ആയിട്ട് പഠിക്കാനും താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. എൽസി മാം, ഡോക്ടർ ഷീബ, ആർ യു ദേർ? Okay. Dhanya, are you there? Sagir, are you there? Hello, sir. Yes. Good evening, sir. Good evening. എവിടെയാ സ്ഥലം? ഞാൻ മഞ്ചേരിയാണ്, മലപ്പുറം. മലപ്പുറം മഞ്ചേരിയാണ്. ഓക്കെ, വെരി ഗുഡ്. എന്റെ നാട്ടിലാണല്ലോ. എവിടെയാ? ഞാൻ കാവനൂർ. ഞാൻ മഞ്ചേരി ബേസ്ഡ് ആയിരുന്നു കുറച്ച് കാലം. ഞാൻ പഠിച്ചതൊക്കെ മഞ്ചേരിയാണ്. ഓക്കെ, അപ്പൊ എനിവേ പരിചയപ്പെട്ടതിൽ സന്തോഷം. നിലവിൽ എന്താ ചെയ്യുന്നത്? ഞാനിവിടെ കോളേജിൽ NSS കോളേജിൽ വർക്ക് ചെയ്യാണ്. NS കോളേജിൽ വർക്ക് ചെയ്യാണ്. NS കോളേജിൽ വർക്ക് ചെയ്യാണ്. ഏത് വിഷയത്തിലാണ് ക്ലാസ് എടുക്കാൻ താല്പര്യം? ഞാനിപ്പോ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഒന്ന് ജസ്റ്റ് ചെയ്തു. ഓക്കെ, അതിന്റെ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. Okay. ഒരു ട്രെയിനിങ്. ഓക്കെ, അത് എവിടെ നിന്നാണ് ട്രെയിനിങ്? അത് പിന്നെ ഇഹാബ് സാറിന്റെ അടുത്ത്. എവിടുന്ന? ഇഹാബ് സാറിന്റെ അടുത്ത് കാലിക്കറ്റില്. കാലിക്കറ്റിലാണ്. ഓക്കെ, സോ അത് എത്ര സമയത്തെ കോഴ്സ് ആയിരുന്നു? അതൊരു 20 days നമുക്ക് ഓൺലൈൻ സെഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഒരു 2 day ഓഫ്ലൈൻ കാലിക്കറ്റ് വെച്ച്. 2 days ഓഫ്ലൈൻ ഉണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. സോ വാസ് ഇറ്റ് വെരി, അപ്പൊ അത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആർക്കാണ് ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്?
ഹു ഇസ് യുവർ ഐഡിയൽ കസ്റ്റമർ? ഇന്നത്തെ നമ്മുടെ എക്സസൈസ് പ്രകാരം ഹു ഇസ് യുവർ ഐഡിയൽ കസ്റ്റമർ? ഞാനതില് എന്റെ അധികം തോട്ട് റിലേറ്റഡ് മൈൻഡ് റിലേറ്റഡ് ആയിരുന്നു എന്റെ ഒരു ടോപ്പിക്. അപ്പോ ഓക്കെ. അത്തരത്തിലുള്ള അതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹു വിൽ ബി യുവർ കസ്റ്റമർ? നിങ്ങളുടെ കോച്ചിങ് പ്രൈസ് തീരുമാനിച്ചിരുന്നോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇതിപ്പോ എനിക്കത് അങ്ങനെ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, കാരണം ജോലി ഉള്ളത് കൊണ്ട് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ല എന്റെ ഒരു രീതി. We need to discuss. Okay, we need to have a call and discuss. ചെയ്യാൻ പറ്റും. അതിന് സ്ട്രാറ്റജി ഉണ്ട്, അതിനൊരു വഴിയുണ്ട്. ആ വഴി എന്ത് ചെയ്യാ ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യാ വർക്ക്ഔട്ട് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ അത് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കോൺടാക്ട് ചെയ്യണം. നമ്മുടെ ഗ്രൂപ്പിലുണ്ടോ നിങ്ങൾ? ഓൾറെഡി ഉണ്ട്. നമ്മുടെ ഈ ഒരു നിങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓക്കെ, വെരി ഗുഡ് അസ്മ. സോ എന്താ വേണ്ടത് ഷലസ്മ? സെറ്റ് എ മീറ്റിംഗ് വിത്ത് ഹെർ and we can have a discussion tomorrow or maybe. Okay. ഓക്കെ സർ. ശരി. അപ്പം ശിവ മാം ഒരു കാര്യം ചെയ്യും, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലാൻ രൂപത്തിൽ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ അത് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം. ഇപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആ ക്ലാരിറ്റി പ്രശ്നം നമുക്ക് എന്ത് ചെയ്യണം? ഞാനിപ്പോ ഇവിടെ ഹോസ്പിറ്റലിലാണ്, അമ്മ ഹോസ്പിറ്റലിലാണ്. അതാ ഞാൻ ഇങ്ങനെ കൂടുതൽ വെരി ഗുഡ്. ഐ അണ്ടർസ്റ്റാൻഡ്. എനിവേ എന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫർദർ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു മാം. താങ്ക് യു ഫോർ ഷെയറിംഗ്. താങ്ക് യു. ഓൾ റൈറ്റ്. എനിവൺ എൽസ്? ഓക്കെ. എൽസി മാം, ആർ യു ദേർ? Okay. Is there anyone else? I think she is busy. Sakina, Danya, are you there? Shamil. Okay. If anyone, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റിയോ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വി ക്യാൻ സീ ടുമോറോ. നാളെ നമുക്ക് എന്ത് ചെയ്യാം, കാണാം, കോഴ്സിൽ വെച്ചിട്ട് കാണാം. ഓക്കെ ശാലി മാം, വി ക്യാൻ സീ ദ പ്രോഗ്രാമിൽ വെച്ചിട്ട് കാണാം. നമുക്ക് എന്ത് ചെയ്യാം, വിത്തിൻ 1 മന്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യാം, ഒരു കോച്ചായിട്ട് മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു ടെൽ ആൻഡ് ഷെയർ. ഹോപ്പ് യു ഹാഡ് എ ഗ്രേറ്റ് ഈവനിങ്. ഒരുപാട് ലേണിങ്സ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫർദർ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോകാം. നാളെ കാണാം. സി യു. ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് നൈറ്റ്.